അല്ലാഹു ശപിച്ചിരിക്കുന്നു ആരെ? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇതാരാ പറയുന്നത്? എ പി അബ്ദുൽ ഖാദർ ഇവിടെ ഇറങ്ങിപ്പോയ വന്യവയോധികനായ പണ്ഡിത സഹോദരനല്ല. പിന്നെ ആരാ? റസൂലുള്ള പറയാ, അല്ലാഹു ശപിച്ചിരിക്കുന്നു ആരെ? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും. എന്തുകൊണ്ട്? കേട്ടോ കേട്ടോ മോനെ, യുവാക്കളെ, ചെറുപ്പക്കാരെ കേട്ടോ, സമസ്തയുടെ വലയത്തിൽ പെട്ടുപോയവരെ കേട്ടോ. അല്ലാഹു ശപിച്ചിരിക്കുന്നു അമ്പിയാക്കളുടെ കബറിടങ്ങളെ, നാടൻ മനുഷ്യന്മാരല്ല, അമ്പിയാക്കളുടെ കബറിടത്തെ കെട്ടി ഉയർത്തി അവിടെ ആരാധനാ കേന്ദ്രമാക്കുക, അവിടെ പ്രാർത്ഥിക്കുക, അവിടെ ആരാധനയാ, അവിടെ നേർച്ച നേരുക, അത് മറ്റൊരു ആരാധനയാ, അവിടെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അത് മറ്റൊരു ആരാധനയാ, അവിടെ സുജൂദ് ചെയ്യുക, അത് മറ്റൊരു ആരാധനയാ. അങ്ങനെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അമ്പിയാക്കളുടെ കബറിടം കെട്ടി ഉയർത്തി. പരിശോധിച്ചോ, നേരം പെടുത്തിട്ടില്ലെങ്കിൽ നേരത്തെ എ പി പറഞ്ഞൊരു വാക്കിന്റെ മനസ്സിൽ വല്ലാതെ കൊണ്ട് ശിർക്കിന്റെ കാര്യങ്ങൾക്ക് ബോധ്യപ്പെട്ട ആഗ്രഹത്തില വല്ലാത്തൊരു വാക്കാത്. അവിടെ എത്തിയിട്ട് പിന്നെ തിരിച്ചു വരാൻ ഒപ്പില്ലട്ടോ, അവിടെ എത്തിയിട്ട് തിരിച്ചു വരാൻ ഒപ്പില്ല, ഇല്ല. പിന്നെ ഇങ്ങോട്ട് റിപ്പയർ ഇല്ല, ഒന്ന് മടക്കി അയക്കണേ, ഇല്ല പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് വരില്ല. കേട്ടോ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചു. എന്തുകൊണ്ട്? അമ്പിയാക്കളുടെ കബർ കെട്ടിയുയർത്തി. അമ്പിയാക്കൾ എന്ന് ഉയർത്തി അല്ല ശപിക്കെങ്കിൽ ഔലിയാക്കൾ ഉയർത്താൻ അല്ല സമ്മതിക്കോ? മോനെ, സമ്മതിക്കോ? നിങ്ങൾ ആലോചിക്കുക, അമ്പിയാക്കളുടെ കബറിന് സമസ്തക്കാരന്റെ വാദം അനുസരിച്ച് പടച്ചോനെ പെരുത്തിട്ടുള്ള സംഗതിയല്ലേ അമ്പിയാക്കളുടെ കബർ കെട്ടി ഉയർത്തൽ? അല്ലേ? അല്ലേ? ചിന്തിക്കുന്നേ, ആലോചിക്കുക. അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ കബർ കെട്ടി ഉയർത്തി അവരോട് വിളിച്ചു പ്രാർത്ഥന ഇസ്ലാമാണെങ്കിൽ അല്ല എന്തിനാ ജൂതന്മാരെ ശപിച്ചത്? ഇഷ്ടപ്പെടുകയല്ലേ വേണ്ടത്? അല്ലേ? എന്തിനാ ക്രിസ്ത്യാനികളെ ശപിച്ചത്? അവരുടെ വഴികളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് സുഹൃത്തേ, പൊന്നു മുസൽമാരെ, ചെല്ലുന്നത് കോപിക്കപ്പെട്ട ജൂതന്മാരുടെ ബാധ, വഴിവേറ്റ ക്രിസ്ത്യാനികളുടെ ബാധ, അത് രണ്ടും ഞങ്ങൾക്ക് വേണ്ട. എന്നിട്ടാണോ നീ കബർ കെട്ടി ഉയർത്തുന്നത്? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ശപിച്ച അല്ലാഹ് സമസ്ത ആരാണ്? കബറിൽ ഞങ്ങളെ ശപിക്കുന്നില്ല കേട്ടോ, ഒരേ കൂട്ടത്തിൽ അങ്ങനത്തെ ആളുകളൊന്നുമില്ല എന്ന് അല്ലാഹ് പറയോ? ചിന്തിക്ക് സമസ്തക്കാരെ, ജൂതരെ അല്ല ശപിച്ചു, അക്കാര്യം നിങ്ങൾ ചെയ്താൽ അല്ല നിങ്ങളെ ശപിക്കൂലേ? അതുകൊണ്ട് തുറന്ന് ഞങ്ങൾ സ്നേഹത്തോടുകൂടി നിങ്ങളോട് പറയാ, കബറ് കെട്ടി പൊക്കല്ലേ. ഇസ്ലാം പഠിപ്പിച്ചല്ല. നിങ്ങളുടെ പരിശുദ്ധ ഹറമിന്റെ പരിസരത്തുള്ള കബറുകൾ നോക്കി, ഒരു ചാണ പോലില്ല അവിടെ, നിരന്ന് കിടക്കുക, നിരന്ന് കിടക്കുക മൈതാനം, കാടും പുല്ലും ഒന്നുമില്ലാത്ത, നമ്മളൊക്കെ കാടാണ്, നിരന്ന് കിടക്കുന്ന മൈതാനം കൊണ്ടുപോവുക, 6 അടി മണ്ണിലേക്ക് വെക്കുക. എത്ര മഹാനാണെങ്കിൽ കേട്ടോ, എത്ര മഹാനാണെങ്കിൽ ആ മണ്ണിൽ കൊണ്ടുപോയി വെക്കുക. അതാണ് അല്ലേ? ഇതാണ് ഇസ്ലാം. ആ കാര്യത്തിലേക്കാണ്. നിങ്ങൾ ആലോചിച്ചോ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ എങ്ങനെ പ്രസംഗിക്കുന്നു, കബറ് കെട്ടി പൊന്തിക്കാൻ കുഴപ്പമില്ല, ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സമസ്തക്കാർ പ്രസംഗിക്കുന്നു. ഇത് ആലോചിക്കുമ്പോൾ ഞങ്ങളോട് ഒരു പോയിന്റ് പറയാം, അത് ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം, കുറച്ച് ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ ലോകത്തോട്, 25 പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു ഖുർആനിലൂടെ വിശദീകരിച്ചു. അല്ലെ? ഈ 25 പ്രവാചകന്മാരിൽ പല പ്രവാചകന്മാരുടെയും പേരും കുറഞ്ഞ ഡീറ്റെയിൽ, കുറെ ആളുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗംഭീരമായ വിശദീകരണങ്ങൾ, മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരുടെ, ഈസാ അലൈഹിസ്സലാം, അങ്ങനെയുള്ള പ്രവാചകർ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോ മൊയ്തീൻ ഷെയ്ഖ് മരിച്ച, മമ്പറ നഗർ മരിച്ച, ഉള്ളാടൻ നഗർ മരിച്ച, അല്ലെ അതുപോലെ അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, മഗ്‌രിബിന് മുമ്പ് സംസാരിച്ചതിന്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് തുടർന്നുള്ള ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. ഇരുപത്തിമൂന്ന് നടപടിക്രമങ്ങൾ 6 വർഷമായി കേന്ദ്രം നടത്തിയ ഇടപെടലുകളുടെയും നടപടികളുടെയും ചരിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും പ്രസംഗിക്കുകയും ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ അത് നോട്ടീസായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇവിടെയും ചില ആളുകൾ അത് വ്യാപകമായി ഉപയോഗിക്കുകയും ഈ പരിസരത്ത് നടന്ന വിശദീകരണങ്ങളിൽ നടപടിക്കു ശേഷം അച്ചടക്ക നടപടി എടുത്ത് എന്നെ പുറത്താക്കിയ ശേഷം ഉണ്ടായ വിശദീകരണങ്ങളിൽ അത് വായിച്ചു വിശദീകരിക്കുകയും ചെയ്തു എന്ന് അറിയാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു വിശദീകരണം നമുക്ക് നടത്തേണ്ടി വന്നത് എന്ന് മഗ്‌രിബിന് മുമ്പുള്ള വിശദീകരണത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ വിശദാംശം നിങ്ങൾക്ക് മനസ്സിലാക്കാനും ശ്രദ്ധാപൂർവം അത് വിലയിരുത്താനുമാണ് സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവം എന്ന എന്റെ പുസ്തകം നിങ്ങൾ വാങ്ങണം എന്ന് ഞാൻ പറഞ്ഞത്. കാരണം 30-ലധികം കാര്യങ്ങൾ ഞാൻ നമ്പറിട്ട് എന്റെ ആ 2 കത്തിലും കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എക്സിക്യൂട്ടീവിലും കൗൺസിലിലും ആ കത്തുകൾ വായിക്കപ്പെടാതെ പോയത് എന്നതിന്റെ പിന്നിലുള്ള കളികൾ നിങ്ങൾക്ക് പിടികിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ വായിക്കുകയും 5 രൂപ കൊടുത്ത് വാങ്ങി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് എത്തിക്കുകയും എത്തിച്ച ശേഷം നിങ്ങളത് വായിച്ചോ എന്ന് ചോദിക്കുകയും ഈ വിശദീകരണങ്ങളുടെ CD കേൾപ്പിക്കുകയും അങ്ങനെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ തെറ്റിദ്ധാരണ തിരുത്താൻ ഇവിടെ വരാത്ത, ഇത്തരം വിശദീകരണങ്ങൾ കേൾക്കാത്ത, ഞങ്ങൾക്കിനി ഒന്നും കേൾക്കണ്ട, നേതാക്കന്മാർ പറഞ്ഞത് മാത്രം കേട്ടാൽ മതി, സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി ഇനി ഒന്നും കേൾക്കണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് നിങ്ങൾ സ്നേഹബുദ്ധിയ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഈ വിശദീകരണ യോഗം കേൾക്കരുത്, അതിന് പോകരുത്, സഹകരിക്കരുത് എന്ന് നോട്ടീസ് ഇറക്കി പള്ളികളിൽ ഒട്ടിച്ച് പലയിടത്തും പെർമിഷൻ മുടക്കാൻ ശ്രമിച്ച് പലയിടത്തും നമ്മുടെ പോസ്റ്ററുകൾ കീറി അങ്ങനെ എല്ലാ നിലക്കും ഈ വിശദീകരണത്തെ തടസ്സപ്പെടുത്താൻ സംഘടനയെ ഹൈജാക്ക് ചെയ്ത ഈ കോക്കസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുളിക്കൽ നമ്മൾ പ്രസംഗിച്ചപ്പോ 10 മണിക്ക് നിർത്താൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ സമ്മർദ്ദം. എന്നാൽ ഈ കോക്കസിന്റെ യോഗം അവിടെ നടന്നത് രാത്രി 1:30 വരെയായിരുന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ 2 ദിവസത്തേക്ക് പെർമിഷൻ കുട്ടികൾ നേരത്തെ എടുത്തു വെച്ചത് കൊണ്ട് നമുക്ക് പിറ്റേന്ന് കൂടി സംസാരിക്കാൻ സാധിച്ചു. നമ്മുടെ കോളേജുകളിലുള്ള കുട്ടികളെ ഈ കോക്കസിന്റെ വിശദീകരണത്തിന് നിർബന്ധിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം അബ്ദുറഹ്മാൻ സലഫി ആദ്യം ചെയ്ത് സംഘടന പിടിക്കുകയാണ്. സംഘടന കൈക്കലാക്കിയാൽ പിന്നെ കോക്കസ് പറയുന്നതൊക്കെ സംഘടനാ നിലപാടായി. അവരിടക്കിടക്ക് പറയുന്നുണ്ട്, ഇപ്പൊ ഞങ്ങൾ പറയുന്നത് സംഘടനാ നിലപാടാണ്, ഞങ്ങൾ സംഘടനയുടെ ആദർശമാണ് വിശദീകരിക്കുന്നത്. സംഘടന എന്ന് പറഞ്ഞാൽ വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ നേതൃത്വം പിടിച്ചെടുത്ത കോക്കസ് ആണോ? അല്ല. പക്ഷെ അങ്ങനെ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ സംഘടനാ നിലപാട്, സംഘടനാ വേദി എന്നൊക്കെ പറഞ്ഞ് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താം എന്നായിരുന്നു അബ്ദുറഹ്മാൻ സലഫി കണക്ക് കൂട്ടിയത്. പക്ഷേ എല്ലാ മുജാഹിദ് പ്രവർത്തകരെയും ഒരുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ പ്രസ്ഥാനത്തിലെ ഒരു പ്രാഥമിക മെമ്പർ പോലുമല്ല. അങ്ങനെയുള്ള എന്റെ വിശദീകരണം സംഘടിപ്പിക്കുന്നത് KNM അനുകൂലിക്കുന്ന മുജാഹിദ് പ്രവർത്തകരാണ്.
പല ആളുകളും പറയുന്നത് സക്കരിയ സലാഹിക്ക് കോടികൾ വരുമാനമുണ്ട്, ഓരോ ജില്ലക്കും ഇങ്ങനെ കൊടുക്കുകയാണ്, വേണ്ട നടത്തിക്കോളി നിർത്തി. സുബ്ഹാനല്ലാഹ്, എന്ത് പച്ച കളവാണ് ആളുകൾ പറയുന്നത്. എനിക്ക് വരാനുള്ള വണ്ടിയെക്കൂലി കൂടി സംഘടിപ്പിക്കുന്ന ആളുകളാണ് തരുന്നത്. ഇവിടെ ഇപ്പൊ ബക്കറ്റ് പിരിവ് നടക്കും, നിങ്ങൾ എല്ലാവരും പൈസ കൊടുക്കണം, കാരണം നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഇവർക്ക് സംഘടനയ്ക്ക് വേണ്ടി പിരിച്ച പൈസ, സംഘടനയുടെ സംസ്ഥാന സംഘടനയുടെ പേരിലുള്ള സ്ഥാപനങ്ങളുടെ വാടക, നമ്മുടെ മെമ്പർഷിപ്പിന്റെ വിഹിതം, അങ്ങനെ പല വരുമാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരവരുടെ കോക്കസ് പ്രവർത്തനം നടത്തുന്നത്. അവരെ ഗ്രൂപ്പ് ആസ്ഥാനം CD ടവറാണ്. ഇപ്പൊ കണ്ടോ, യൂണിറ്റിൽ നിന്നും മണ്ഡലത്തിൽ നിന്നും ആളുകൾ പുറന്തള്ളിയ പ്രൊഫസർ അബ്ദുൽ പുതിയ കസേര കൊടുത്ത് സമ്മേളനത്തിന്റെ പേരോട് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന തോന്നിയാസങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദി അയാളാണ്. തലശ്ശേരിയിൽ കണ്ണൂരും ഒക്കെ പല തെരഞ്ഞെടുപ്പ് വിവാദം ഉണ്ടാക്കി ആ വിവാദം തീർക്കാൻ SLRCന്റെ ആളുകളാണ് തെരഞ്ഞെടുപ്പ് മേൽനോട്ടക്കാരായിട്ട് വരിക. 10-12 ആളൊക്കെ അത് കാറിലുണ്ട് ഇറങ്ങിയിട്ട് നടത്തലാണ് തെരഞ്ഞെടുപ്പ്. കണ്ടോ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തലശ്ശേരിയോ തെരഞ്ഞെടുപ്പ് അന്യായമായി നീട്ടിവെച്ചു. എന്താ കാരണം പറഞ്ഞത്? അവിടെ കുറെ വ്യാജ മെമ്പർമാരുണ്ട്. എന്നിട്ട് തെളിവെടുപ്പിന്റെ ദിവസം നിശ്ചയിച്ചു. എന്നിട്ട് SLRCന്റെ ആളുകൾ വരും. എന്താ SLRCക്ക് ഇവിടെ? KNM എന്താ SLRC? അവർ സ്വതന്ത്ര സംഘടനയാണ്. അവർ പൈസ പിരിക്കുന്നു, ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, സിലബസ് ഉണ്ടാക്കുന്നു, പഠിപ്പിക്കുന്നു, വാർഷിക യോഗം നടത്തുന്നു, സംഗമം നടത്തുന്നു. ഒന്നും KNM കണക്കവതരിപ്പിക്കുകയോ KNM ബോധിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ KNM സംഘടനാ സംവിധാനങ്ങളെ ക്രൂരമായി ദുരുപയോഗം ചെയ്യുന്നു. എന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് SLRCക്കാർ ഉപയോഗിച്ച നടത്തിയത്. തലശ്ശേരിയിൽ നിന്നിട്ട് ആളുകളൊക്കെ ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡും കൊണ്ട് പള്ളിയിൽ വന്ന് കുത്തിരിക്കുക. എന്തിനാ? KNM മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ യഥാർത്ഥ മെമ്പർമാർ തന്നെയാണ്, അവിടുത്തെ താമസക്കാരാണെന്ന് അറിയിക്കാൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ഗതികേട്. എന്നിട്ട് ഒരു വ്യാജ മെമ്പറെ പോലും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. തലശ്ശേരി യൂണിറ്റ് പിടിക്കാൻ വിചാരിച്ചത് നടന്നില്ല, മണ്ഡലം പിടിക്കാൻ വിചാരിച്ചത് അതും നടന്നില്ല. എളുപ്പിയായി. അവസാനം ചോദിച്ചു, അവിടുത്തെ ഒരു അബ്ദുറഹ്മാൻ കുളത്തായി എന്ന പഴയൊരു ആളുകൾ അവര് ഇദ്ദേഹത്തെ വിളിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എന്നോട് മേലെന്നുള്ള സമ്മർദ്ദമാണ് ഒരു പരാതി എഴുതി കൊടുക്കാൻ. ഇവിടെ പ്രശ്നങ്ങളുണ്ട്, വ്യാജ മെമ്പർമാരുമുണ്ട്, അതുകൊണ്ട് നീട്ടിവെക്കണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് എഴുത്തു വാങ്ങി. അങ്ങനെയുള്ള വഴിവിട്ട പ്രവർത്തനങ്ങളാണ് സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനയിൽ നടന്ന ചാരപ്പണികളെ പറ്റി എന്റെ കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങളത് വായിക്കണം. KKP അബ്ദുള്ള എന്നൊരുത്തനെ മടവൂരികൾ ഇങ്ങോട്ട് കടത്തിവിട്ടു. കാരണം മടവൂരികൾ ഉണ്ടാക്കിയ കട്ടുമുറിച്ച പ്രസംഗ ക്ലിപ്പുകൾ അടങ്ങിയ CD ഈ KKP അബ്ദുള്ള ഏൽപ്പിച്ചു. കാരണം ജിന്നും ശിഖറും പറഞ്ഞ് KNMകാരെ അടർത്തിയെടുക്കാം, KNMൽ ഭിന്നിപ്പുണ്ടാക്കാമെന്ന് കഴിഞ്ഞ 8-9 കൊല്ലമായി ശ്രമിച്ചിട്ടും നടന്നില്ല. അപ്പോൾ അവർ അവസാനം അങ്ങാടിയിൽ തോറ്റപ്പോ കണ്ടെത്തിയ മാർഗമാണ് ചാരപ്പണി. KKP അബ്ദുള്ള എന്ന ചാരനെ വിട്ടു. അയാൾ ഈ കട്ടുമുറിച്ച ക്ലിപ്പുകൾ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുപോയി യൂണിറ്റിലും മേഖലയിലും ജില്ലയിലും. പയ്യന്നൂരിൽ നിന്ന് വന്ന ഈ കോട്ടസിന്റെ ഒരു കൗൺസിലർ KNM സംസ്ഥാന കൗൺസിലിന് ഈ CD വിതരണം ചെയ്തു. നമ്മളവർക്ക് വിവരം കൊടുത്തു. KNM നേതാക്കളോട് പറഞ്ഞില്ല ഒരു കള്ള CD വിതരണം. ഒരു നടപടി ഉണ്ടായില്ല. ഈ KKP അബ്ദുള്ള അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് തലപ്പറമ്പ് യൂണിറ്റ് മേഖലയിൽ തീരുമാനിച്ചു. എന്നിട്ട് ബഷീർ ഡോക്ടർ എന്ന് പറഞ്ഞ നേരത്തെ കണ്ടില്ലേ, ജില്ലകളോട് പ്രാർത്ഥിക്കലാണ് നമ്മളെന്ന് പറഞ്ഞ് SLRC നേതാവ്, ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി, അയാളെ ഓർഗനൈസറായി വെച്ചുകൊണ്ട് യൂണിറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്ന സംവിധാനം അത് വെച്ചിട്ട് KKP അബ്ദുള്ളക്ക് മെമ്പർഷിപ്പ് കൊടുത്തു. നിലമ്പൂരിൽ നടന്ന KJU മീറ്റിംഗിൽ ഈ സംഘടനയെ തകർക്കാൻ വന്ന ഗൂഢസംഘമാണ് KKP അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ സഹായികളായ സിദ്ദീഖ് തലശ്ശേരി, അനസ് തളിപ്പറമ്പ്, ഹാരിസ് ചേറൂർ കാസർഗോഡ്, ഈ 3 വ്യക്തികൾ. അന്ന് നീല പുസ്തകമായിരുന്നെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകമാണെന്നാ KJU യോഗത്തിൽ പറഞ്ഞത്. അങ്ങനെയുള്ള ഗൂഢസംഘം, ആ ഗൂഢസംഘത്തിൽപ്പെട്ട 3 പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു, 4 പേർക്ക് കൊടുത്തു. എങ്ങനെ കൊടുത്തത്? സിദ്ദീഖ് തലശ്ശേരിക്ക് മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് അവിടുത്തെ മണ്ഡലം തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അനുസരിച്ച് മണ്ഡലം കമ്മിറ്റിയാ പറയേണ്ടത്. മണ്ഡലം കമ്മിറ്റി പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്നിട്ടും സുഹൃത്തുക്കളെ മെമ്പർഷിപ്പ് കൊടുത്തു. പക്ഷെ ഒരാൾ കോടതിയിൽ പോയി. കാരണം മണ്ഡലം കമ്മിറ്റി CD ടവറിൽ നേരിട്ട് പോയി പറഞ്ഞാൽ മെമ്പർഷിപ്പ് കൊടുക്കരുത്, ഇയാൾ നമ്മുടെ സംഘടനയ്ക്കെതിരാണ്. KJU കണ്ടെത്തിയ ചാരനാണ് ഇയാള്.
ആ അബ്ദു പറഞ്ഞു കൊടുക്കുന്നു. അബ്ദുവിന്റെ ധിക്കാരം കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഒരാൾ കോടതിയിൽ പോയപ്പോ പത്രത്തിൽ എപിക്കെതിരെ കേസ് കൊടുത്തു. എപിക്കെതിരല്ല കേസ്. ഇത്രയൊക്കെ മണ്ഡലം കമ്മിറ്റിയും ബന്ധപ്പെട്ടവർ CD ടവറിൽ കുത്തിയിരുന്ന് TP വരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ ചാനൽ മെമ്പർഷിപ്പ് കൊടുക്കരുത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മടവൂരികളെ യോഗത്തിൽ പ്രസംഗിച്ചു. AP വിഭാഗം ISMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറോ ഇരുന്ന് ഇതാ KK ഇതാ പ്രസംഗിക്കാൻ പോകുന്നു എന്നിട്ടാ. അപ്പൊ അവൻ ചാനലായിരുന്നു എന്ന നമ്മുടെ കണ്ടെത്തൽ വളരെ ശരിയായിരുന്നു. ആ ചാനൽ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? യൂണിറ്റിൽ വരും, പിന്നെ മേഖലയിൽ വരും, അങ്ങനെ വരും. എന്നിട്ട് അവന്റെ യൂണിറ്റിന് അംഗീകാരം കിട്ടാത്തത് കൊണ്ട് KKP അബ്ദുള്ളക്ക് മെമ്പർഷിപ്പ് അംഗീകരിക്കപ്പെട്ടില്ല. പുതിയ യൂണിറ്റുകൾ അംഗീകരിക്കപ്പെട്ടാൽ KKP മെമ്പറായിരിക്കും. സിദ്ദീഖ് തലശ്ശേരിക്ക് മെമ്പർഷിപ്പ് കൊടുത്തതിനെതിരെ കോടതിയിൽ പോയിട്ട് അതിനെക്കുറിച്ച് പത്രത്തിൽ കൊടുത്തതാ. അപ്പൊ സുഹൃത്തുക്കളെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന താന്തോന്നിത്തങ്ങൾ വെസ്റ്റ് ജില്ലയിൽ നടന്നിട്ടുണ്ട്, ഈസ്റ്റിൽ നടന്നിട്ടുണ്ട്, കണ്ണൂരിൽ നടന്നിട്ടുണ്ട്, പലയിടത്തും നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, 2006 മുതൽ 23 നടപടിക്രമങ്ങളും ഇടപെടലുകളും നടത്തിയാണ് സക്കരിയ സലാഹിയെ പുറത്താക്കിയത്, അല്ലാതെ പെട്ടെന്ന് ദിവസം നീക്കം ചെയ്തതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറ്റപത്രം, 23 നമ്പറിട്ട കുറ്റപത്രം വായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ കുറ്റം എന്താണെന്ന് മാത്രം അതിലില്ല, കുറ്റം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും അതിന്റെ ഒരു ചെറിയ വിശദീകരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുകയാണ്. കുറ്റപത്രത്തിൽ ഒന്നാമത്തെ കുറ്റം എന്താണെന്നറിയോ? സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇത്തരം വിഷയങ്ങൾ ജനങ്ങളോട് പറയരുതെന്ന് ഞങ്ങളെ വിളിച്ച് ഉപദേശിച്ചു. അതൊരു കുറ്റമല്ലല്ലോ. അതെല്ലാവരും ഒരു പുതിയ വിഷയം വരുമ്പോ, മടവൂരികൾ പുതിയ വിഷയം വലിച്ചിട്ടപ്പോ സ്വാഭാവികമായും എതിരാളി ഒരു കാര്യം പറയുമ്പോ പഠിച്ചതനുസരിച്ച് നമ്മൾ മറുപടി പറയും. അത് സ്വാഭാവികമാണ്. അവരെന്തോ പറഞ്ഞു പോയിക്കോട്ടെ, നിങ്ങൾ പ്രസംഗത്തിൽ മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ഉപദേശം സ്വീകരിച്ചു, മറുപടി കൊടുത്തില്ല. അന്നൊരു പുസ്തകം ഇറക്കി, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ചിന്നു സേവയും പിശാചു ബാധയും പിളർപ്പന്മാരുടെ സ്വന്തം കൃതികളിൽ 5 രൂപയുടെ പുസ്തകം. AP പരിശോധിച്ച്, CP സലീം പരിശോധിച്ച് ആ പുസ്തകം ISM ചാനലിലൂടെ കേരളം മുഴുവൻ വിതരണം ചെയ്തു. അലി അബ്ദുറസാഖ് മൗലവി വളരെ നല്ല പുസ്തകം എന്ന് പ്രശംസിച്ച പുസ്തകമാണത്. അത് ഈ ഉള്ളവനായി എഴുതിയത്. ഞാനത് എന്റെ വലിപ്പം പറഞ്ഞതല്ല. ഈ വിഷയത്തിൽ ആളുകൾ ആശയക്കുഴപ്പം തീർക്കാൻ പ്രവർത്തിച്ച ഒരാളാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ഞാൻ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളായിട്ടാണ് ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ഞാൻ പറയാണ്, ആളുകൾ ആശയക്കുഴപ്പം തീർക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞു മറുപടി പറയണമെന്ന് നമ്മൾ തീരുമാനിച്ചു. മടവൂരികൾക്ക് ഈ വിഷയത്തിലുള്ള ഹദീസ് നിഷേധം ഉയർത്തിക്കാട്ടി മടവൂരികൾക്ക് മറുപടി പറയാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. കോഴിക്കോട് സാൽവേഷനോട് ശേഷം, കോഴിക്കോട് സാൽവേഷനോടനുബന്ധിച്ച് അവർ ഒരുപാട് പ്രചരണങ്ങൾ നടത്തി. നമ്മൾ മറുപടി പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് ആവേശമായി. ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കാൻ നല്ല സൗകര്യമാണല്ലോ. അങ്ങനെ അവർ പറഞ്ഞു കയറി. അന്ന് സാൽവേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകൾക്ക് കൊടുക്കാൻ ഈ ഉള്ളവർ എഴുതിയ പുസ്തകമാണിത്. ജിന്നും ചിഗറും മടവൂരികളുടെ ദുഷ്പ്രചരണവും. നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് പോയിട്ടില്ല, നമ്മൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണിത്. ഇന്നും ഇസ്ലാഹി മാസികയുടെ ഓഫീസിൽ നിങ്ങൾക്കത് കിട്ടും. ഇതിന് ശംസുദ്ദീൻ പാലക്കോട് എന്ന് പറയുന്ന KPS മാളുകളുടെ നോട്ടീസ് എന്ന മറുപടിയാണ്. 1-2 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആരോപണം 1, മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ കൂടുമെന്നും ശൈത്താൻ ബാധ മൂലം പ്ലേഗ്, അപസ്മാരം പോലുള്ള രോഗം ഉണ്ടാവുമെന്നും KN മുഖാർ പ്രചരിപ്പിക്കുന്നു. ഇതൊരു അന്ധവിശ്വാസമാണെന്നാണ്. അപ്പൊ ഞാനിതിൽ എഴുതി, ദുർമന്ത്രണം നടത്തി വഴിതെറ്റിക്കുക മാത്രമല്ല, ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പിശാച് ഉണ്ടാക്കും. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞതാണ്. ജിന്നു മത്സരത്തിൽ പ്രവേശിക്കും, രക്തധമനികളിലൂടെ സഞ്ചരിക്കും, ജിന്നു ബാധയുണ്ട്. ഇപ്പൊ KJ പുസ്തകത്തിൽ സംബന്ധിച്ചല്ലോ. കേരള ജമിയത്തിനുടെ പുസ്തകത്തിൽ ആയത്ത് ഉദ്ധരിച്ച് സമർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ 30-31 പേജുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ആ കാര്യം അന്ന് എഴുതി. ഷബാബിൽ നിന്ന് തന്നെ നമ്മൾ തെളിവ് കൊടുത്തു. CM മൗലവി ഷബാബ് 2001 ഡിസംബർ 14 എഴുതിയത് ജിന്നുബാധയുണ്ടെന്ന് വ്യക്തമാക്കുന്ന ലേഖനം. മനുഷ്യരെ എല്ലാ ഭാഗത്തും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്ത കൂട്ടുകാരനെയാണ്
മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. വിഭ്രാന്തി, ഉന്മാദം, ഭയം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് അഥവാ ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണമോചനം അള്ളാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പോ ശരീരത്തിൽ പ്രവേശിക്കും. വിഭ്രാന്തി എന്ന പിരാന്ത്, ഉന്മാദം, മാനസിക രോഗം, ഭയം, വ്യാധികൾ ഇതൊക്കെ ഉണ്ടാക്കും. എന്നിട്ടെല്ലാം പൂർണ്ണ മോചനം എന്താ ഇസ്ലാം പഠിപ്പിച്ചത്? സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും. അങ്ങനെ പിശാചി മത്സരത്തിൽ പ്രവേശിച്ചാൽ എന്തൊക്കെ സ്വഭാവം ഉണ്ടാകുക? അത് ശബാബ് എഴുതുക, തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, രൗദ്രമായി പെരുമാറുക എന്നു തുടങ്ങി പല അത്ഭുത പ്രതിഭാസങ്ങളും ഈ കരീം മൂലം ഉണ്ടാകാം. ശബാബ് 2001 ഡിസംബർ 14. എന്റെ മടവൂരി സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും ഈ വിഷയം പഠിച്ചിട്ടില്ല. KNM-നെതിരിൽ കിട്ടിയൊരു തുരുപ്പ് ചീട്ട് എന്ന നിലക്കല്ലാതെ വിഷയം പഠിക്കാൻ മടവൂർ വിഭാഗത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ തയ്യാറായിട്ടില്ല. അന്ധവിശ്വാസങ്ങളുടെ ലോകം എന്ന പേരിൽ അവർ ഇന്നും യുവത വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ ഈ ഉദ്ധരണിയുണ്ട്. റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചത് ഖുർആനിനെതിരാണെന്ന് പറഞ്ഞു നടന്നപ്പോൾ റഊഫ് മദനിയുടെ ക്ലിപ്പുകൾ നമ്മൾ കാണിച്ചു കൊടുത്തു. അത് ഖുർആനിനെതിരല്ല, അത് ബുദ്ധിക്കെതിരല്ല, അതൊരിക്കലും തന്നെ ഇസ്ലാമിക ലോകം തള്ളിക്കളഞ്ഞ ഹദീസല്ല എന്ന് മാത്രമല്ല, ശബാബിൽ നിന്നും നമ്മൾ വായിച്ചു കൊടുത്തു. ശബാബിൽ നേരത്തെ വന്നിട്ടുള്ള ഇതാ 2004 മെയ് സംഘടന പടർന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യവിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു എന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ഹദീസിന്റെ നമ്പർ അടക്കം കൊടുത്തിരിക്കുക ശബാബ്. 2005 വീണ്ടും എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷകരമാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സുഹൃത്തുക്കളെ ചൂടുള്ള വയ്ക്കുന്നവർക്ക് ജിന്നുണ്ടാകും, മേശവലിപ്പ് ജിന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ എല്ലാ ആരോപണങ്ങൾക്കും ചുരുങ്ങിയ മറുപടി ഈ പുസ്തകത്തിലുണ്ട്. ഇത് കോഴിക്കോട് സാൽവേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകൾക്ക് വേണ്ടി ഈ ഉള്ളവൻ എഴുതിയതാ. അന്ന് AP-യോട് ചോദിച്ചു, കൗൺസിലിൽ വെച്ച് ഇങ്ങനെ ബുക്കുണ്ടല്ലോ, അതിനൊരു കുഴപ്പമില്ലെന്നാണ് AP പറഞ്ഞത്. അബ്ദുറഹ്മാൻ സലഫിയെ പറഞ്ഞിട്ടുണ്ട്, സക്കരിയ സലാഹിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി അദ്ദേഹത്തിന്റെ ലഘുലേഖയിൽ വ്യക്തമായി പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സലഫിയെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, എനിക്കെതിരുള്ള കുറ്റമായി പറഞ്ഞത് എന്നെ ഉപദേശിച്ചു എന്നാ ഒന്നാമത്തത്. ആ ഉപദേശം ഞാൻ സ്വീകരിച്ചു. ഞാൻ എന്റെ എല്ലാ പ്രസംഗവും സ്വീകരിച്ചു, ആരും മറുപടി പറഞ്ഞില്ല. പക്ഷേ സാൽവേഷന് ശേഷം നമ്മൾ മീറ്റിംഗ് കൂടി. സാൽവേഷൻ കൊണ്ട് നമുക്കുണ്ടായ നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ചുണ്ടായ മതിപ്പ് ഈ മടവൂരികളുടെ കുപ്രചരണത്തിൽ ഇല്ലാതായപ്പോൾ ഇനി വിട്ടുകൂടാ, മറുപടി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും അബ്ദുറഹ്മാൻ സലഫിയും അനസും ഹനീഫയും മുനീറും എല്ലാവരും മടവൂരികൾക്കെതിരെ ഇറങ്ങി. ഇടത്തനാട്ടുകാരിൽ ഞാൻ പ്രസംഗിച്ചു, വെല്ലുവിളിച്ചു. ആ ഒരു പ്രസംഗത്തിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ മടവൂരികൾ തലമുക്കിയതാണ്. മറുപടി പറഞ്ഞില്ല. ഈ ഞാൻ എഴുതി 2 പുസ്തകങ്ങൾക്കും അത് മറുപടി എഴുതിയില്ല. അതുപോലെ കടവത്തൂർ ഞാൻ 7 മണിക്കൂർ പ്രസംഗിച്ചു. എത്രയോ ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആ പ്രസംഗ സീഡിയെ പ്രശംസിച്ചവർ മാത്രമാണുള്ളത്. പക്ഷെ ഇന്ന് ഈ നവമടവൂരികൾ കൊണ്ട് നടക്കുന്ന കള്ള ക്ലിപ്പുകളിൽ 10-ലധികം ക്ലിപ്പ് ആ പ്രസംഗത്തിനാണ്. എന്നിട്ട് സുഹൃത്തുക്കളെ, ഈ കള്ള ക്ലിപ്പുകൾ, കട്ടുമുറിച്ച ക്ലിപ്പുകൾ സീഡിയാക്കിയിട്ട് നമ്മുടെ പണ്ഡിതന്മാരെ കൊണ്ട് കേൾപ്പിച്ചു. ഈ KKP അബ്ദുള്ളയും ടീമും, ഈ സിദ്ദീഖ് തലശ്ശേരിയും KKP അബ്ദുള്ളയും പയ്യന്നൂർ ടീമിന്റെ, പയ്യന്നൂർ കോക്കസിന്റെ സഹായത്തോടെ 40 പണ്ഡിതന്മാരെ കേൾപ്പിച്ചു എന്നാണ് KKP പറയുന്നത്. ആരാധന സൗകര്യം ചെയ്ത് കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫി. ഓരോ പണ്ഡിതന്മാരെടുത്ത് ചെറുമണിക്ക് സലഫി വിളിക്കും, KKP കൂട്ടർ വരുന്നുണ്ട്, വാതിൽ തുറന്നെടുക്കണം, ആ കൊണ്ടുവരുന്നത് കേൾക്കണം. അങ്ങനെ 40ഓളം പണ്ഡിതന്മാരെ കേൾപ്പിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു. അത് കൗൺസിലിൽ വിതരണം ചെയ്തു. ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ച കാര്യങ്ങൾ. ഒരു വശത്ത് ഒരു ചാര സംഘത്തെ ഉപയോഗിച്ച് സംഘടനക്കിടയിൽ മടവൂരികൾ എന്ത് കുപ്രചരണം നടത്തി അതേ കുപ്രചരണം നടത്താൻ അബ്ദുറഹ്മാൻ സലഫി ശ്രമിച്ചു. മറുവശത്ത് സംഘടന പിടിച്ചെടുക്കാനും ഈ സംഘടനയിൽ ഈ പറഞ്ഞ മടവൂരി ആദർശമുള്ളവരെയും ഹദീസ് നിഷേധികളെയും പൊക്കിക്കൊണ്ടുവരുവാനും അവരെ സംഘടനയിൽ പ്രതിഷ്ഠിക്കുവാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായി. നിങ്ങൾ നോക്കി, ഇപ്പൊ ഈ കോക്കസിന്റെ വിശദീകരണം നടന്ന ആരാ? ഈ വിശദീകരണം സംഘടിപ്പിക്കാൻ മുമ്പിൽ വരുന്നവർ മിക്കവാറും ഹദീസ് നിഷേധം മനസ്ഥിതിയുള്ള മടവൂരികളുടെ അതേ വാദങ്ങളുള്ള റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ആ KNM എനിക്ക് വേണ്ട, ജിന്ന് ശരീരത്തിൽ കൂടും, ജിന്ന് രോഗം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ആ KNM എനിക്ക് വേണ്ട എന്ന് പറയുന്ന
ജിന്നു കൂടുന്ന് പറഞ്ഞ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന, ജിന്നു ബാധിച്ചവരെ ചികിത്സിക്കാം, ഖുർആൻ ഓതി ചികിത്സിക്കാം, റുഖ്യ ശർഇയ്യ നടത്താമെന്ന് പറഞ്ഞ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന, കണ്ണേറ് ബാധിക്കുമെന്ന് പറഞ്ഞ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന മടവൂരികളെ പോലെ സംസാരിക്കുന്നവരാണ് ഈ SLRCയിലൊക്കെ ഭൂരിഭാഗം. കാരണം എന്താ അറിയോ, അബ്ദുൽ ലത്തീഫ് പോളിന്റെ ക്ലാസ് അതാണ്. അയാളെ മാത്രം കേൾക്കുകയും അയാളുടെ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതുണ്ടാകും. പക്ഷെ കേന്ദ്രത്തിന്റെ മറ്റു പ്രസംഗകരുടെയും ഇക്കഴിഞ്ഞ ഈ 10 വർഷം വമ്പിച്ചൊരു മുന്നേറ്റം നമുക്കുണ്ടായി. വൈജ്ഞാനികമായ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടായി. പണ്ടത്തെ പോലെ കേന്ദ്രക്കാർ പറയുന്നത് മാത്രം കേട്ട് ദീന് പഠിക്കുന്ന കാലല്ല. ഇന്റർനെറ്റും സെലഫി സൈറ്റുകളും ഉപയോഗിച്ച് ചെറുപ്പക്കാർ പ്രത്യേകിച്ചും കേന്ദ്രവും ISMS ഒക്കെ പഠിക്കാൻ തുടങ്ങി. ഒരു വിഭാഗം, ഒരു കോക്കസ് മാത്രമൊന്നും പഠിച്ചില്ല. 2 സമ്മേളനങ്ങൾ, 2 സാൽവേഷനുകൾ, അതുപോലെ തന്നെ കേന്ദ്രം ISMS ക്യാമ്പയിനുകൾ, മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിൻ, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ നന്മയിലേക്ക് തിന്മക്കെതിരെ ഈ ക്യാമ്പയിനുകളൊക്കെ വമ്പിച്ച മാറ്റം ഉണ്ടാക്കിയത്. ആ മാറ്റം കണ്ട് അന്തിച്ചു നിന്ന മടവൂരികൾ വ്യക്തമായി ചാരപ്പണിയെടുത്തു. ആ ചാരപ്പണിയുടെ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ ചാരപ്പണിക്ക് പ്രസ്ഥാനത്തിനകത്ത് സൗകര്യം ചെയ്തു കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയാണ്. ആ വിഷയത്തിൽ ഒരു അന്വേഷണം നേരിടാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒഴിഞ്ഞു മാറുക ചെയ്തത്. ഇന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം പലയിടത്തും വന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കരഞ്ഞൂടെ? ഏറ്റവും കൂടുതൽ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ആളാണ് ഞാൻ. ഇക്കഴിഞ്ഞ 30 കൊല്ലം ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഒരു ദിവസം പോലും ഈ പ്രസ്ഥാനത്ത് വിട്ടു നിൽക്കാതെ ISMന്റെ MSMന്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറായി വർഷങ്ങളോളം പ്രവർത്തിച്ച എന്നെ ഇങ്ങനെയൊക്കെ കൂടി എനിക്കും കരഞ്ഞൂടെ? കരഞ്ഞിട്ട് കാര്യമുണ്ടോ? മറുപടി പറയില്ലേ വേണ്ടത്? എന്റെ സെലഫി പ്രവൃത്തിയോട് സ്നേഹപൂർവ്വം പുസ്തകം ഉയർത്തിക്കാട്ടി എന്ന് ആവർത്തിച്ച പോലെ ഈ പുസ്തകത്തിൽ അത്രയും സെലഫി ആവർത്തിച്ചിരിക്കുകയാണ്. ഞാൻ സക്കരിയെ പിടിച്ചു നിർത്താൻ അങ്ങേറ്റം ശ്രമിച്ച ആളാണ്. സക്കരിയ നീ പോകല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കാൻ. കരഞ്ഞിട്ട് കാര്യമില്ല, മറുപടി പറയണം. ഇടവണ്ണയിൽ പോയി ഞാൻ ചോദിച്ചു, 10-20ഓളം ചോദ്യങ്ങൾ, ഒരു കുറ്റപത്രം എന്നോളം വായിച്ചു. ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. എത്ര വിശദീകരണങ്ങൾ, എന്തെല്ലാം നമ്മൾ പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കുപ്രചരണങ്ങളെ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേരിട്ടിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, കുറ്റപത്രത്തിന്റെ അവസ്ഥയിലാണ്. ഇനി രണ്ടാമത്തെ കുറ്റം എന്താണെന്നറിയോ? സക്കരിയ സലാഹി, മുജാഹിദ് ബാലുശ്ശേരി, ഇരുവേറ്റി എന്നിവരെ ജാമിയ സലഫിയിൽ വിളിച്ചു വരുത്തി ഉപദേശം നൽകി. ഞങ്ങളെ മാത്രാണോ? ജമീല ടീച്ചർ വിളിച്ചിട്ടില്ലേ? KVF ലത്തീഫ് പോലെ വിളിച്ചിട്ടില്ലേ? വിളിച്ചു എന്നാണ് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആദ്യം നിഷേധികൾ എന്താ വിളിക്കാത്തത്? അവരെയും വിളിച്ചിട്ടുണ്ട്, പല പ്രബോധകരെയും വിളിച്ചിട്ടുണ്ട്, അബ്ദുറഹ്മാൻ സലഫിനെയും വിളിച്ചിട്ടുണ്ട്. അന്ന് മൂപ്പര് ഉപദേശം നൽകുന്ന ആളായിട്ടില്ല, ഉപദേശം കേൾക്കുന്ന ആളാ. ഇപ്പൊ മൂപ്പര് സംഘടന പിടിച്ചെടുത്ത് നേരെ അപ്പുറത്തെ കസാലയിൽ കുത്തിരുന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഉപദേശിച്ച് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ? പിന്നെ കേന്ദ്രം ISM നേതാക്കളുടെ മുമ്പാകെ ശാസനം നടത്തി. അതാണ് മൂന്നാമത്തേത്. എന്തിനാ ശാസിച്ചത്? ഒരു ശാസനം നടത്തുമ്പോൾ അതിന്റെ കാരണം പറയണ്ടേ? ഇന്ന് വരെ ഞങ്ങൾ കഴിഞ്ഞൂടാ, നിങ്ങളെ ശാസിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കാൻ സംസാരിക്കേണ്ട, അവിടെ വാദപ്രതിയുടെ സമയമല്ല, നിങ്ങളെ ശാസിക്കാൻ വേണ്ടി വിളിച്ചാണ്. എന്നിട്ട് പിറ്റേന്ന് വിചിന്തനത്തിൽ ഈ വിഷയങ്ങൾ സംസാരിക്കുകയും ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ വിളിച്ചു വരുത്തി ശാസിക്കുകയും മേലിൽ ആവർത്തിക്കുന്നവർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മിണ്ടാതിരുന്നാൽ എങ്ങനെ ഞങ്ങൾ ഉറപ്പ് നൽകി എന്ന് പറയാം? എഴുതി കൊടുത്തിട്ടില്ല, മിണ്ടിയിട്ടില്ല, മിണ്ടാൻ പാടില്ല, എന്നിട്ട് ഉറപ്പ് നൽകി അച്ചടിക്കുക. അപ്പൊ ഇതൊക്കെ ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ആരുടെയൊക്കെയോ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ശാസിച്ചിന് എന്ന് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് ഈ ജിന്നും ശൈത്താനും സിഹറും കേരളത്തിന് മാത്രം ഒരു കീറാമുട്ടി? ലോകത്തുടനീളം സലഫി സംഘടനകളില്ലേ? കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ അഹ്ലെ ഹദീസില്ലേ? അവർക്കൊരു കീറാമുട്ടിയാണോ? കുവൈത്തിൽ ജമിയത്ത് ഇഹ്തിറാസില്ലേ? UAE ജമിയത്ത് ദാറുൽ ബിർറില്ലേ? സൗദിയിലുടനീളം സലഫി കൂട്ടായ്മകളില്ലേ? അവർക്കൊന്നും ഒരു കീറാമുട്ടിയായിട്ടില്ലല്ലോ. അമേരിക്കയിലില്ലേ? സുഡാനിലില്ലേ? മിസ്രിലില്ലേ? അവിടെയൊക്കെ ഇൽമിയായ നിലയ്ക്ക് ഈ വിഷയം കൈകാര്യം ചെയ്ത് അവർ ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തിയല്ലോ. ഇവിടെ എന്താ സാധിക്കാത്തത്? ഇവിടെ ഹദീസുകൾ സ്വീകരിക്കാൻ മനസ്സില്ലാത്ത കുറെ ആളുകൾ ഇതിന്റെ അകത്ത് കെളിഞ്ഞു പോയിട്ടുണ്ട്. ഈ 10 കൊല്ലത്തിനടുത്ത് അവരെ ഹദീസ് സ്വീകരിക്കാവുന്ന പരുവത്തിലേക്ക് വളർത്തിക്കൊണ്ടില്ലേ വേണ്ടത്? സ്വഹീഹായ ഹദീസിൽ വന്നാൽ സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവരുടെ ഹദീസ് നിഷേധ മനസ്സിയെ താലോലിക്കുകയും അതിനെ അങ്ങനെ തന്നെ സംരക്ഷിച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു വികല നയം ഇവിടെ സ്വീകരിച്ചത് കൊണ്ടാണ് ഇതൊരു കീറാമുട്ടിയായി ഇപ്പൊ വിശേഷിക്കുന്നത്. ഇപ്പോ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് KJ ഒരു ബുക്കിറക്കി, KJ ഒരു പുസ്തകമിറക്കി, ജിന്ന് പിശാച് റുഖിയ ശർഇയ്യ. എന്താ വിചാരിക്കുക? ഇതോ ഈ പുസ്തകം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ധൃതി പിടിച്ചിറക്കിയതാ.
എന്റെ കുറ്റപത്രത്തിൽ പറയുന്ന ഹനീഫ കായക്കൊടിയുടെയും അനസ്മരുടെയും നേതൃത്വത്തിൽ, അവരാണിപ്പോ KJ-യിലെ മഹാപണ്ഡിതന്മാർ രണ്ടാള്. AP ഒക്കെ പോയിട്ട് ഹനീഫ് അത് ചേർക്കണോ, അനസ്ത് ചേർക്കണോ, അതുപോലെ നേതൃത്വത്തിലൊരു ബുക്ക് ഇറക്കുന്നത്. അനച്ചേർക്കും. ഈ കുതന്ത്ര പുസ്തകം ഇതിലുള്ളത് പോലും അംഗീകരിക്കാത്തവരാ ഇന്ന് ഈ വിഷയം ഈ കോക്കസിന്റെ വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ ഓടി നടക്കുന്നത്. അവസാന വാക്ക് നമ്മൾ ഇറക്കിയതാണ്. അവസാന വാക്ക് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ട് ഈ പുസ്തകത്തിൽ പല തെറ്റുണ്ട് എന്ന് അബ്ദുറഹ്മാൻ സലഫിക്ക് തന്നെ ദായിമാരെ മീറ്റിംഗിൽ സമ്മതിക്കേണ്ടി വന്നു. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി തന്നോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് അത് അടുത്ത പതിപ്പിൽ തിരുത്താം എന്ന് വ്യക്തമായി തന്നെ പല സ്റ്റേജിൽ വെച്ചും എം മദനി പറഞ്ഞു. അങ്ങനെ 38 ആളുകൾ സുഹൃത്തുക്കളെ എഴുതി കൊടുത്തു. ഇതാ ഈ പുസ്തകത്തിൽ ഇന്ന തെറ്റുകളുണ്ട്, ഇന്ന പേജിൽ ഇന്ന തെറ്റുണ്ട്. എഴുതി കൊടുത്തപ്പോ ഈ കോക്കസിന്റെ വിശദീകരണ യോഗത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? 38 പോത്തുകൾ എഴുതി തന്നു. 38 വിദ്യകൾ എന്നാണ് വേറെ ചില സ്ഥലത്ത് പറഞ്ഞത്. അതായത് നമ്മുടെ പ്രബോധകന്മാരെ പറ്റിയാണ് ഇത് പറയുന്നത്. ആരൊക്കെയാ പോത്തുകൾ എന്ന് നിങ്ങൾ കേട്ടോളി. ഒന്ന് അബ്ദുൽ സുല്ലമി ആമയൂർ, ഒന്നാമത്തെ പോത്ത്. നോക്കണങ്ങൾ. സുഹൈൽ ചുങ്കത്തറ, രണ്ടാമത്തെ പോത്ത്. മൂന്നാമത്തെ അബൂബക്കർ സലഫി, ഉമർ മൗലവിയുടെ മകൻ മുബാരക്, എം അബ്ദുള്ള സുല്ലമി, അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, അബ്ദുൾ റഊഫ് നദവി, VN അബ്ദുൽ ഹമീദ് സുല്ലമി പാണ്ടിക്കാട്, ഷമീർ മദീനി, അബ്ദുറഹ്മാൻ സാരി പറപ്പൂര്, നബീൽ രണ്ടത്താണി, ബാദുഷ ബാക്കവി, ഫദലുൽ ഹഖ് ഉമരി, അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി, ശിഹാബ് എടക്കര, ബഷീർ സലഫി പൂളപ്പൊയിൽ, ഷാഫി സലാഹി ചെങ്ങനീരി, ഷരീഫ് കൈവാരമുണ്ട്, സാജി തിരൂരങ്ങാടി, ഹാരിസ് കായക്കൊടി, നൗഫൽ സലാഹി വദായി മദീന യൂണിവേഴ്സിറ്റി, അബ്ദുൽ നാസർ മദനി ചാവക്കാട്, ഷമീർ ഫാറൂഖി കുറ്റിപ്പുറം, അഷ്കർ സലഫി തച്ചമ്പാറ, ഷുറൈൻ സലഫി തിരൂരങ്ങാടി, അഷ്കർ സലാഹി ആമയൂർ, ഷുഹൈബ് സലാഹി കാരപ്പുറം, സമീർ അസ്ലം സലാഹി പറപ്പൂർ, ഇവരൊക്കെ മദീന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. മുഹമ്മദ് അലി തച്ചമ്പാറ, യൂസുഫ് സലഫി മണ്ണാർക്കാട്, അബ്ദുല്ലാ ബിൻ അലവി കുന്നുമർ മദീന യൂണിവേഴ്സിറ്റി, ഷാഫി സലാഹി വയനാട് മദീന യൂണിവേഴ്സിറ്റി, അബ്ദുല്ലാ ഷമീർ മദീന യൂണിവേഴ്സിറ്റി, NB സുഹൈൽ മുഹമ്മദ് മദീന യൂണിവേഴ്സിറ്റി, NB ബിഷിർ മദീന യൂണിവേഴ്സിറ്റി, മുനീർ കൂടലൂർ, ഷാഹിദ് ബിൻ സലീം സമാ സലഫി വല്ലപ്പുഴ. 38 അല്ല, 200 പണ്ഡിതന്മാർ റെഡിയാ. ഇതൊക്കെ സക്കരിയ സലാഹി മാത്രമേ പറയുന്നുള്ളൂ എന്ന് ചില ആളുകളെ വിചാരം. ഇവരൊക്കെ ഇറങ്ങണ്ടെന്ന് ഞാൻ തടുത്തു നിർത്തിയതുകൊണ്ടാണ്. ഈ പുസ്തകത്തിൽ തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പറയത്ത് ഇത് ഒപ്പ് ശേഖരിച്ച് കൊണ്ടുപോയത് ഷാഫി സലാഹിയാണ്. അപ്പൊ ഒപ്പ് എന്നുള്ളൂ, ഒപ്പ് കാണില്ല. ഞാൻ ചോദിക്കട്ടെ, KJ-യുടെ തീരുമാനം 18 പഴയ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രശ്നത്തിന്റെ കാലത്ത് വന്നല്ലോ, ഒരു ഒപ്പുണ്ടായിരുന്നു. AP അബ്ദുൽ ഖാദർ പോലെ ഒപ്പുണ്ടോ? TP അബ്ദുൽ മദനി ഒപ്പ്. പ്രിന്റ് ചെയ്യുമ്പോ അങ്ങനെ തന്നെയാ, എഴുത്തു കോപ്പിയിൽ ഒപ്പുണ്ടാവുള്ളൂ. മാത്രല്ല ചില ആളുകളോടൊക്കെ വിളിച്ചിട്ട് ഇയാൾ ഫോൺ ചെയ്യാം, ഖാദർ ഭായി അല്ലേ, അതെ, എന്താ ഞാനാണ് ഈ സംഘടനാ പ്രശ്നത്തിന്റെ ഒക്കെ കാരണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കടലാസ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾ ഒപ്പിട്ടണോ? ഇല്ല, ഞാൻ ഒപ്പിട്ടിട്ടില്ല. അപ്പൊ സംഗതി ജമിയത്തിന്റെ പുസ്തകത്തിൽ തെറ്റുണ്ടെന്ന് പറയുന്നതിൽ അതിന്റെ മുഖ്യ ഉത്തരവാദിയും സംഘടനയിലെ ഈ പ്രശ്നങ്ങളുടെ വേരും അയാളാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇയാൾ ഇങ്ങനെ ചില ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഉമർ മുബാറക്കിനെ വിളിച്ച് തെറ്റിദ്ധരിച്ചു. അയാൾ വീട്ടിൽ പോയി, അയാൾ പറഞ്ഞു ഞാൻ ഒപ്പിട്ട് കൊടുത്ത് തന്നെയാണ്. എന്നിട്ട് ഷാഫി സലാഹിനെ വിചാരണയ്ക്ക് വിളിച്ചു. എം മദനി, നീ എങ്ങനെയാണ് നീ ഒപ്പ് ശേഖരിച്ചാണെന്ന് ചോദിച്ചിട്ട്. അപ്പൊ മൂപ്പരോട് ഞാൻ 38 ആളെയും കൊണ്ടുവരേണ്ടി ചോദിച്ചു. അതൊന്നും വേണ്ടാറും, അല്ല വേണമെങ്കിൽ 200 ആളെയും കൊണ്ടുവരാറും. ഷാഫി അല്ല നീ മാത്രം വന്നാ മതി. ചെന്ന് നോക്കുമ്പോ ഭീഷണിയാണ്. അബ്ദുറഹ്മാൻ സലഫിന്റെ പേര് ഒഴിവാക്കണം. അതൊന്നും ഒഴിവാക്കൂല, അത് ഞങ്ങൾ തെളിയിക്കും. 38 ആളെ വിളിക്കും, ഞങ്ങൾ തെളിയിക്കും. അങ്ങനെ വർത്താനായി അവസാനം നിന്റെ പല്ലടിച്ച് പോയിട്ടുണ്ടായി. ആര്? അബ്ദുറഹ്മാൻ സലഫി. അവിടെ ആരൊക്കെയുണ്ട്? സലീം ചാലിയത്തിന് എന്തായി? KJ-യുടെ ബുക്കിനെ പറ്റി ഒപ്പിട്ട് കൊടുത്തതിന് എം മദനി വിളിച്ച മീറ്റിംഗിൽ എന്താ സലീം ചാലിയത്തിന്? എന്നിട്ട് ആ സലീം ചാലിയെ പോരുമ്പോ ഇവിടെ നടന്ന കാര്യം മുണ്ടിട്ടുണ്ടായി കണ്ടോണ്ട് ഭീഷണി. ഷാഫി സലാഹി ചോടില്ല, പല്ലടിച്ചു വയ്ക്കുന്നപ്പോ പറഞ്ഞു നിങ്ങളെ ചെലവിലൊന്നല്ല ഞാൻ ജീവിക്കുന്നത്, വ്യക്തമായി പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള ഗുണ്ടായിസാണ് നടക്കുന്നത്. ഇതൊന്നും നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പൊ ഇനി നമുക്ക് പുറത്തു വിടാം. കാരണം എന്താ അറിയോ, ഇത് KJ-ന് കൊടുത്ത സാധനം ഇതിന്റെ ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അനീഫി അനസും തെരുവിൽ വായിച്ച് പരിഹസിക്കപ്പോ ഒരു മാനാഭിമാനമുള്ള സംഘടനകൾക്ക് എന്താ വേണ്ടത്? ഇവരെ വിളിച്ച് ചർച്ച ചെയ്യേണ്ട സുഹൃത്തുക്കളെ, അത് ചർച്ച ചെയ്തില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്ത് വരെ ഇതിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇബ്നു കസീറിന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ ഉദ്ധരണികളെ കോട്ടി മാറ്റിയിട്ടുണ്ട്.
എന്തെല്ലാം കൈക്രിയകളാണ് നടന്നിട്ടുള്ളത്. അബ്ദുറഹ്മാൻ സലഫിയും ഈ പറഞ്ഞ അനീഫ് കായക്കൊടിയും അനസുമാണ് യഥാർത്ഥത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഇത് പറഞ്ഞത് ഞങ്ങളെ ശാസിച്ചു എന്ന് പറഞ്ഞ വിഷയം ഇപ്പോഴും എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്റെ കുറ്റപത്രത്തിലുള്ള ശാസന ഇതൊക്കെ ഈ ജിന്ന് ശൈത്താൻ വിഷയത്തിൽ ഖുർആന്റെയും സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാരും സലഫി കൂട്ടായ്മകളും എന്തൊരു നിലപാട് സ്വീകരിക്കുന്നുവോ അതിനനുസൃതമായ നിലപാടേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. 2009 എനിക്കും ബാലുശ്ശേരിക്കും നടപടിയെടുത്തപ്പോ നൂർഷാ സാഹിബ് ഫോൺ ചെയ്തു. കാരണം സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്ത് പിറ്റേന്ന് ജില്ലാ സെക്രട്ടറിമാർക്ക് വിളിച്ചു പറയാ. ജില്ലാ സെക്രട്ടറി, മണ്ഡല സെക്രട്ടറി, മണ്ഡല സെക്രട്ടറി, യൂണിറ്റ് സെക്രട്ടറിക്ക് സെക്രട്ടേറിയറ്റിന്റെ സാധാരണ ഭരണഘടനയിൽ ആറാമല്ല ഇരിക്കട്ടെ. സെക്രട്ടേറിയറ്റ് അങ്ങനെ അടിയന്തര സ്വഭാവമുള്ള സെക്രട്ടറി എക്സിക്യൂട്ടീവ് കൂടാൻ സമയമില്ലാത്തവർ കൂടി തീരുമാനം എടുത്താൽ അടുത്ത എക്സിക്യൂട്ടീവിൽ അംഗീകാരം വാങ്ങിയിട്ട് അത് നടപ്പിലാക്കാൻ പാടുള്ളൂ. അങ്ങനെ നൂർഷാ സാഹിബിനെ വിളിച്ചപ്പോ പറഞ്ഞു, എന്താ പ്രശ്നം? ജിന്നു ശൈത്താൻ എന്നാ പറയുന്നത്. അപ്പൊ നൂർഷ പറയാ, ജിന്നു ശൈത്താൻ നിങ്ങളൊക്കെ പോയി 4-5 കൊല്ലം പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. അതൊരു പുതിയ വിഷയല്ലേ? അങ്ങനെ പുതിയ വിഷയം ഇപ്പൊ പഠിച്ചവരും പഠിക്കാത്തവരും പഠിച്ചവരുള്ള തർക്കമൊക്കെ സ്വാഭാവികല്ലേ? അതിനുള്ള പകത്താക്കലും പുറത്താക്കലും. ആ നൂർഷ അന്വേഷണ സമിതിയിൽ ഈ കോക്കസിന്റെ ഒപ്പം നിന്ന് ഇപ്പൊ തന്നെ പുറത്താക്കിയത്. ഇതെന്നെ വിഷയം ജിന്നു ശൈത്താൻ. അപ്പൊ നൂർഷ മാറ്റം വന്നോ? അപ്പൊ സുഹൃത്തുക്കളെ, തനിച്ച കോക്കസുകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 4ാമത്തെ കുറ്റം എന്താണെന്നറിയോ? സക്കരിയ സലാഹിയുടെ മേൽനോട്ടത്തിലുള്ള ഇസ്ലാഹി മാസിക 2000 ഏപ്രിൽ ജബ്ബാർ മൊഴിയുടെ ലേഖനത്തിൽ രാത്രിയോടെ എഴുതി തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന പിന്നെ പകൽ വെളിച്ചത്തിൽ ആ 2 ഉദരണി കൊണ്ട് എന്ന വാദം എഴുതി പ്രചരിപ്പിച്ച് 11 വരെ അത് ന്യായീകരിച്ച് നടന്ന ആളുകളാണ് വരും. അബ്ദുറഹ്മാൻ സലഫി ന്യായീകരിച്ചു, അനസ് ന്യായീകരിച്ചു, നമ്മളെല്ലാവരും. കാരണം അത് 2007 ഏപ്രിൽ അത് പുറത്തുവിട്ട ശിർക്കിലേക്ക് പോയി എന്ന് അരിമദനിയും കരിമ്പുലാക്കലും അബ്ദുസലാം സുല്ലമിയും ഇവിടെ മൂവർ സംഘടനമായി അവിടെ ഒരു മൂവർ സംഘം അവരെ പൊറുപ്പിക്കായിട്ട് മറവൂരിയൊക്കെ തന്നെ മടുപ്പാണ് അവരെ നടത്തി കുറെ ആളുകൾക്ക്. പക്ഷേ സംഘടനയെ ഹൈജാക്ക് ചെയ്ത് സംഘടനാ പ്രസിദ്ധീകരണം ഹൈജാക്ക് ചെയ്ത് അവരാശയം മാത്രമാണ് പലപ്പോഴും അവരെ സംഘടനയിൽ വരുന്നത്. നമ്മുടെ സംഘടന ഈ സംഘം ഹൈജാക്ക് ചെയ്ത പോലെ മറവൂരി സംഘടന അവർ ഹൈജാക്ക് ചെയ്തില്ല. ഈ മൂവർ സംഘം സാഹചര്യപ്പോ നമ്മൾ ഒന്നിച്ചെന്ന് കൊടുത്തു, അതിന് ശിർക്കില്ല. ചെറിയ രീതിയിൽ എടുത്തു, കേക്ക് രീതിയിൽ എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മൾ ഒന്നിച്ചു നേരിട്ട കാലത്ത് ഇപ്പൊ പറയാണ് ശിർക്കാണ്. എന്തിപ്പോ 2011 ഇലക്ഷൻ വന്നപ്പോ ഒരു പുതിയ ശിർക്ക്? എന്നിട്ട് അത് ഇന്റെ കുറ്റാണ്. ജബ്ബാർ മൊഴി ലേഖനേറ്റ് സക്കരിയാന്റെ കുറ്റാണ്. ഇങ്ങനെ ഞാൻ ഇരിച്ചതാ. പല പ്രാവശ്യം ടി കെ അഷ്റഫിന്റെ നേതൃത്വത്തിൽ ഒരിക്കൽ പുളിക്കൽ ജാമിയ സ്കേലിൽ മുമ്പ് കിരണ്ടായി ചങ്ങരംകുളം സമ്മേളനത്തിന്റെ സ്വാഗത സംഘം നടക്കണമെന്നാണ് സെലഫിയും ഞാനിത് ചർച്ച ചെയ്തു. ചർച്ച ടി കെ അഷ്റഫിന്റെ നേതൃത്വത്തിൽ സുൽഹായി അന്ന് പറഞ്ഞാണ് ഞാൻ എഴുതിച്ചതല്ല, ഞാൻ അറിയുന്ന സെലഫി. അത് ജബ്ബാർ മൊഴി എഴുതിയതാണ്. അത് വിവാദമായപ്പോഴാണ് ഞാൻ തന്നെ എടുത്ത് വായിച്ചത്. കാരണം ലേഖനങ്ങൾ പരിശോധിക്കുന്നതാണ് ഞാനല്ല. മുമ്പ് ഞാൻ പരിശോധിച്ചിരുന്നു. ഇപ്പൊ വളരെ അപൂർവമായ ചില ലേഖനങ്ങളെ ഞാൻ പരിശോധിക്കാറുള്ളൂ. അത് പരിശോധിക്കാൻ കേന്ദ്രം ചുമതലപ്പെടുത്തിയത് കൊണ്ടോട്ടിലെ കാതുമായി അദ്ദേഹം പരിശോധിച്ചതാ. അതിന് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടൊന്നും അറിയില്ല. ഏതായിരുന്നാലും ശരി, അതാണ് എന്റെ പേരിൽ ഒരു കുറ്റം. 5ാമത്തേത് ഹുസൈൻ സലഫി, അനസ് മുസ്ലിയാർ എന്നിവർ എഴുതിയ കുറിപ്പ് പ്രസിദ്ധീകരിക്കാതെ 5-8 മാസം നീട്ടിക്കൊണ്ടുപോയി. അത് എന്റെ കുറ്റ. ഞാൻ പ്രസിദ്ധീകരിക്കുന്ന ആള്, ഞാൻ ഇസ്ലാഹ് മാസികയുടെ പബ്ലിഷറോ പ്രിന്ററോ മാനേജറോ അസിസ്റ്റന്റ് മാനേജറോ എഡിറ്ററോ സബ് എഡിറ്ററോ ഒന്നുമല്ല. ഒരു മെമ്പർ മാത്രം പത്രാധിപ സമിതി. എന്നിട്ട് അത് എന്റെ കുറ്റം. നോക്കണം നിങ്ങൾ. അത് യഥാർത്ഥത്തിൽ ഡിസംബറിലെ ലക്കം ഇറങ്ങിയിട്ട് കിട്ടി, ജനുവരി പ്രസിദ്ധീകരിക്കും ചെയ്തു. മാനേജറും എഡിറ്ററും പലവട്ടം വ്യക്താക്കിയതാണ്. പിന്നെ 2009 കേന്ദ്രം സെക്രട്ടേറിയറ്റ് പ്രഭാഷണങ്ങളിലേക്ക് പിന്നീട് പിൻവലിച്ചു. അതിനെപ്പറ്റി തേജസ്സിലാ വാർത്ത വന്നത്. 2 പ്രഭാഷകരെ 2 മാസത്തേക്ക് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. പിറ്റേന്ന് കേന്ദ്രം അത് നിഷേധിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അതിനടിയിൽ ലേഖകന്റെ വിശദീകരണം എന്താണ്? ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ വിശ്വസനീയമായി കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ പത്രത്തിൽ കൊടുത്തത്. അപ്പൊ ആരാ പ്രതി? നിങ്ങൾ ആലോചിച്ച് നോക്കണം. മാപ്പ് അപേക്ഷിച്ചതുകൊണ്ട് തിരിച്ചെടുത്തു. മാപ്പ് അപേക്ഷിച്ചിട്ടൊന്നുമില്ല. മാപ്പ് അപേക്ഷിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മാപ്പ് പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് കുറ്റം തെളിയിച്ചു തരാൻ ഏൽപ്പിക്കും സാധിച്ചില്ല. ഞങ്ങളുടെ നിലപാട്, എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. മാത്രമല്ല, ബാലുശ്ശേരി ജിന്നയായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. ചതുർദ്ദൊക്കെ ഇരിക്കട്ടെ. 7ാമത്തെ എന്താണെന്നറിയോ? ഇസ്ലാഹി ലേഖനം എതിരാളികൾ വിഷയമാക്കിയപ്പോൾ 2010 ആഗസ്റ്റിൽ തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന ലേഖനം വിചിന്തനത്തിൽ പ്രസിദ്ധീകരിച്ചു. അതെന്താ എന്റെ കുറ്റ? അത് ഞാനിട്ടെന്ത് ബന്ധ?
2010 ആഗസ്റ്റിൽ കരൂർ പോയിന്റ് ഒരു ലേഖനം എഴുതി. അതിൽ ഇസ്ലാഹിലെ ലേഖനത്തിന് എതിരായിട്ട് വാചകങ്ങളുണ്ട് അത്ര. ആയിക്കോട്ടെ, അതിലെ എന്റെ കുറ്റപത്രത്തിലാണ് ഈ 23 ഒരു നമ്പർ അതാ. പിന്നെ ഈ വിവാദം പ്രബോധന രംഗത്ത് പ്രശ്നമായപ്പോൾ കുറെ ആളുകളെ KG നിർവാഹക സഭയിൽ വിളിച്ചു വരുത്തി ഒരു പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചു. അതാണ് ഒരു നമ്പർ. അതിന്റെ കുറ്റ നോക്കുന്നത്. പ്രബന്ധം ഇറക്കാൻ തീരുമാനിച്ചു, ഒരു കുറ്റം. ഞാനാണോ തീരുമാനിച്ചത്? അതെന്റെ കുറ്റാണോ? അടുത്തത് കണ്ടോ, 5 അംഗ സമിതിയിലുള്ള ചില താല്പര്യക്കുറവ് മൂലം പുസ്തകം ഇറങ്ങിയില്ല. അപ്പോൾ അമാനിയുടെ ബുക്ക് ഇറക്കാൻ KNM പറഞ്ഞു. അതിന്റെ കുറ്റപത്രം അത്. അടുത്ത് കേട്ടോ, 2 പ്രബന്ധങ്ങൾ ക്ഷണിച്ചു. പ്രബന്ധങ്ങൾ കിട്ടി, ജൂറി പരിശോധിച്ചു. എന്നിട്ട് പ്രബന്ധകർത്താക്കളുമായി ചർച്ച നടത്തി. എന്നിട്ട് അതൊക്കെ സർക്കുലറായി ഇറക്കി. അതെന്താ എന്റെ കുറ്റ? എന്റെ കുറ്റപത്രത്തിൽ 23 ആളുകൾക്കറിയില്ല. 23 കുറ്റം ചെയ്തു എന്നാണ് പറഞ്ഞത്. ചില ആളുകൾ പറയാം, ചില ആളുകൾ പറയുന്നത് 23 വട്ടം താക്കീതിട്ടാണ് പുറത്താക്കിയത്. വേറെ ചില ആളുകൾ പറയാണ് 23 ചാൻസ് കൊടുത്തു അവർക്ക് മാപ്പ് പറയാൻ, തെറ്റ് തിരുത്തിയില്ല. ഇവർ 23ന്റെ കളിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതെല്ലാം ചില തട്ടിപ്പുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഈ കുറ്റപത്രത്തിലെ കുതന്ത്രങ്ങൾ എന്നെ വിളിച്ചാൽ ഞാനൊരു ലേഖനം എഴുതുന്നുണ്ട്. അത് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകും. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഈ ശിർക്കാരോപണമാണ് ഇപ്പോഴും ഇവർ തുറന്നുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗം പച്ചയായ ശിർക്കിലേക്ക് പോയി എന്ന ആരോപണം ഇപ്പോൾ എന്നെ പുറത്താക്കിയതിനു ശേഷവും ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ തൊട്ടടുത്ത് നടന്ന ചില മീറ്റിങ്ങുകളിൽ അനീഫയും മനസ്സും അതിന് കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെയും കൂടെ അഹമ്മദ് ഇവിടെ വന്നുകൊണ്ട് യൂനിസ് നബിന്റെ വയറ്റില് അതിനേക്കാളും വലിയ വിജനപ്രദേശം എന്താ? മീനിന്റെ വയറ്റിൽ യൂനിസ് നബി പെട്ടപ്പോ അതിനേക്കാളും വലിയ വിജനപ്രദേശം ഉണ്ടോ? എന്നിട്ട് വിളിച്ചത് ആരെ? ജിന്നിനെ. അപ്പൊ വിജനപ്രദേശത്ത് ജിന്നിനെ വിളിക്കാൻ നമ്മൾ പറയുന്നേ അത് സ്ഥാപിക്കാം, പച്ചക്ക് യാതൊരു തെളിവുമില്ലാതെ. എന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കളവ് പറയുന്നവരെ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഇല്ലാത്ത കാര്യം പാമര ജനങ്ങളെ വിളിച്ചുകൂട്ടി മയക്കിരട്ടി പ്രസംഗിക്കാം. ദൈവത്തിന് വേണ്ടി പിരിച്ചെടുത്ത സകാത്തിനെയും സദഖനെയും പണം ഉപയോഗിച്ചിട്ട് ഇതാണോ ദീനി പ്രവർത്തനം? എന്താണ് സുഹൃത്തുക്കളെ ഇത്? ഇതൊരു മതസംഘടനയ്ക്ക് ചേർന്ന് ഏർപ്പാടാണ് സുഹൃത്തുക്കളെ ഇത്. ഇപ്പൊ പലരും പുറത്തുപോയി വിശദീകരിക്കുക. ആരൊക്കെ പുറത്തുപോയി? സിയന്റെ പുറത്തുപോയി, ചേകനൂർ പുറത്തുപോയി, അതുപോലെ സക്കരിയ മൗലവിയും പുറത്തുപോയി. ചേകനൂർ മൗലവി, സിയൻ മൗലവി, ഇപ്പന്നെ മൗലവി എന്നാണ് പറയാ, സലാഹിന്ന് പറയില്ല. അങ്ങോട്ട് കൂട്ടിക്കെട്ടാനാണ്. മനസ്സിലായില്ലേ? മുഹദ്ദിസ് എന്നാണ് പാരി പറയല്. സലഫി പറയുക. എന്താ? അബ്ദുസ്സലാം സുല്ലമി ഹദീസ് പണ്ഡിതനായിട്ട് പോയല്ലോ, അതുപോലെ എന്നെ കൂട്ടിക്കെട്ടാൻ. സുഹൃത്തുക്കളെ, തനിച്ച ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ പേരിലാണ് സുഹൃത്തുക്കളെ ഈ കാര്യങ്ങളൊക്കെ നടന്നു. ഞാൻ പുറത്തു പോയതല്ല, മുജാഹിദ് സമൂഹം എന്നെ പുറത്താക്കിയിട്ടില്ല. ലെറ്റർപാടും സീനും കയ്യിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ നേതൃത്വം കൈയടക്കിയ ഒരു കോൺഗ്രസ് എന്നെ പുറത്താക്കി. മുജാഹിദ് സമൂഹം പുറത്താക്കിയതിന്റെ തെളിവാണ് ഈ നടന്ന യോഗങ്ങളിലൊക്കെയുള്ള ജനങ്ങളുടെ പങ്കാളിത്തം. മുജാഹിദ് പ്രവർത്തകരാ ഭൂരിപക്ഷ യോഗത്തിൽ വരുന്നത്, മുജാഹിദ് പ്രവർത്തകർ അതിന് പണം ചെലവാക്കുന്നത്. ഇപ്പൊ ഇവിടെ പരിപാടി വെച്ചതാ, ഞാനാരെയും വിളിച്ചിട്ടില്ല, ഞാനൊന്നും പൈസ പിരിച്ചിട്ടില്ല. മുജാഹിദ് പ്രവർത്തകരാണ് നടത്തുന്നത്. KNM അനുകൂലിക്കുന്ന ആളുകളായി പരിപാടി വെക്കുന്നത്. ഈ ഒരു മെമ്പർ പോലും അല്ലാത്ത ഞാൻ വരുന്നിടത്ത് ആളുകൾ പങ്കെടുത്തിരുന്നുണ്ടാ? ആളുകളൊക്കെ ഇതിൽ മനം മടുത്തിരിക്കാണ്. പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഈ ഗൂഢസംഘത്തിന്റെ പ്രവർത്തനത്തിൽ വീർപ്പുമുട്ടി തുറന്നു പറയാൻ അവസരമില്ലാതെ സംഘടനയ്ക്ക് ഒരു പോർലേക്കെന്ന് കരുതി ക്ഷമിച്ചും സഹിച്ചും കഴിഞ്ഞു കൂടുന്ന ആൾ ഒരാളെങ്കിലും ഒന്ന് പറയട്ടെ. നമുക്ക് ആളുകളോട് പറയാൻ ആളുകൾ ആവേശത്തിൽ വരിക. ഇവരെന്തൊക്കെ ചെയ്തു നോക്കി മുടക്കാൻ. നമ്മുടെ കോളേജുകളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തിട്ട് കണ്ടോ, പൊളിക്കൽ പരിപാടിക്ക് കുറച്ച് കുട്ടികൾ വന്നിട്ട് ആ കുട്ടികൾക്ക് ഫൈന് 50 രൂപ ഫൈന്, അല്ലെങ്കിൽ അവിടുത്തെ പാത്രം മുഴുവൻ കഴുകുക. അതേസമയം കോക്കസിന്റെ പരിപാടിയിൽ നിന്ന് അവിടുത്തെ അധ്യാപകൻ, അയാളെ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, അയാൾ ഹോസ്റ്റലിന്റെ ചാർജിലുള്ള ആൾ കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് പറയാത്രേ, നമ്മളെല്ലാം കേൾക്കണം, എല്ലാം പഠിക്കണം. ഇന്ന് കോക്കസിന്റെ മീറ്റിങ്ങിന് പോകാൻ, നമ്മളെ മീറ്റിങ്ങിന് പോകാൻ പാടില്ല, ഓരോർക്ക് ഫൈന്. ജാമ്യ 2 കുട്ടികൾ അടമണ്ണന്റെ പ്രസംഗത്തിന് വന്നിട്ട് അവർക്ക് ചോറ് മുടക്കി, കുട്ടികൾ കുറച്ച് ദിവസം പൈസ ചെലവാക്കി ഹോട്ടലിനാണ് തിന്നത്. അതേസമയം പൂരൂരിലേക്ക് വരെ ജാമ്യന്റെ ബസ്സെടുത്ത് കുട്ടികളെ കൊണ്ടുപോയി, പുളിക്കലേക്ക് ജാമ്യന്റെ ബസ്സെടുത്ത് കൊണ്ടുപോയി, ജാമ്യ സലഫിന്ന് കൊണ്ടുപോയി, മദീനത്തിനോന്ന് കൊണ്ടുപോയി. ഈ കോക്കസിന്റെ പരിപാടിക്ക് മുജാഹിദുകൾ വരുന്നില്ല, അപ്പൊ അടിച്ചേൽപ്പിച്ചിട്ട് സ്ഥാപനത്തിലെ കുട്ടികളെ കൊണ്ടുപോവുക. നാദാപുരം PN അബ്ദുൽ മോദിനി വളരെ കഷ്ടപ്പെട്ട് ആ കുവൈത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കൊടുത്ത് ആ സ്ഥാപനം കെട്ടിപ്പടുത്തതാ.
ഇപ്പൊ എന്താ, അദ്ദേഹത്തെ വരെ പുറത്താക്കിയ കോക്കസിന് അവിടുത്തെ ആ കോക്കസ് നടത്തുന്ന മീറ്റിങ്ങിന് പൂരൂരിലേക്ക് അവിടുത്തെ അധ്യാപകർ കുട്ടികളെ നിർബന്ധിച്ച് കൊണ്ടുപോവുക. നോക്കണങ്ങള് എന്താ ഇവർക്കൊരു ബേജാറ്? എന്താ ആളുകൾ കേട്ടാല് ഖുറാഫികൾ അതേ സ്വഭാവം. ആരാ ഖുറാഫികളുടെ സ്വഭാവം സ്വീകരിക്കുന്നത്? ഖുറാഫികൾ അങ്ങനെയല്ല, നമ്മളെ പരിപാടിക്ക് തന്നെ മുടക്കും. കാരണം നമ്മളെ കുറിച്ചുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. ഖബർ സിയാറത്തിനെതിരാണ് പ്രസംഗം കേട്ട ആളുകൾ. ഖബർ സിയാറത്തിനെതിരല്ലല്ലോ, ഖബർ പൂജനാണ് എതിർക്കണത്. അവർ റസൂലിനെ സ്നേഹിക്കാത്തവരാണ്, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ്. പ്രസംഗം കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കേൾക്കുക. അങ്ങനെ ആളുകൾ കാര്യം ബോധ്യപ്പെടും. അതുപോലെ തന്നെ ഈ നവമടവൂരികൾ, ഇവര് ശരിയായ നവ ഖുറാഫികളാണ്. അവര് എന്റെ ഈ പ്രസംഗം കേൾക്കുന്നത് തടസ്സം ചെയ്യാം. നിങ്ങൾ നോക്ക്, മടവൂര് പോയി അവര് പ്രസംഗം കേൾക്കരുത് സർക്കുലർ ഉണ്ടായിട്ടോ, മുടക്കിന്നോ? ചേകനൂര് പോയി ഉണ്ടായോ? എന്നിട്ട് അപ്പൊ ആളുകൾ ചോദിച്ചു, നമ്മൾ എല്ലാ സ്ഥലത്തും പരിപാടി വെക്കുമ്പോൾ എല്ലാ നല്ല വാക്കുകളും ശ്രദ്ധിച്ചു കേൾക്കുകയും ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്ന ആയത്തോടുന്ന കൂട്ടരല്ലേ എന്ന് പറഞ്ഞപ്പോ ഉണ്ണിക്കുട്ടി പോലും യോഗം വിളിച്ചു വന്നപ്പോ ആളുകൾ ചോദിച്ചപ്പോ അത് രണ്ടും രണ്ടാണ്, അത് വേറെയാണ്. എന്ത് വേറെ? സംഘടന പുറത്താക്കി സംഘടന വെല്ലുവിളിച്ച് നടക്കുന്ന ആളാണ്. ഞാനെന്താ വെല്ലുവിളിച്ചത്? മടവൂരികൾ വെല്ലുവിളിച്ച് അത്ര ഒന്നുമില്ല. ഇന്നും മടവൂരിയുടെ കയ്യിൽ കേന്ദ്ര ദേശീയ എത്ര പള്ളിയിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞോ? അവര് 4 ആൾ കൂടി 21 പുറത്താക്കിയില്ലേ അല്ലേ? കേന്ദ്രമിന്റെ ലെറ്റർ പാഡും മുജാഹിദ് സെന്ററും എനിക്ക് ഏൽപ്പിച്ചു തരുന്നതിന് കോടതിയിൽ പോയില്ലേ? കേന്ദ്രമിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചില്ലേ? അതൊക്കെ ചെയ്ത മടവൂരിയുടെ പ്രസംഗം കേൾക്കാൻ പോയി നിങ്ങൾ പറഞ്ഞോ? എന്താ നമുക്കൊരു ബേജാറ്? ആളുകൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അതിന് ഈ കുത്തിത്തിരിപ്പും കുതന്ത്രവും ഈ കിടന്ന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ വിചിന്തനം കണ്ടോ? കോക്കസ് കൈയടക്കി കഴിഞ്ഞു. സക്കരിയ സലാഹിയെ പുറത്താക്കിന് ജിദ്ദ ഇസ്രായേൽ എന്ന് സ്വാഗതം ചെയ്തു. സെന്ററിനെ പൂട്ടിക്കിടക്കുക അവിടെ. ആരെങ്കിലും സ്വാഗതം ചെയ്യണ്ടേ? അപ്പൊ ഇയാളുടെ കോക്കസ് പെട്ട 4 ആളുണ്ട് അവിടെ. ജൂതന്മാരെ കമ്പനി ജോലി ചെയ്തൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യാണ്? അവിടുന്ന് പാസ്സാക്കുക. അതേസമയം അബ്ദുറഹ്മാൻ സലഫിയാണ് പ്രശ്നങ്ങളുടെ പേര്. അയാളെ പുറത്താക്കിയാൽ കേന്ദ്രം രക്ഷപ്പെട്ടുവെന്നും അതുകൊണ്ട് അയാളെ പുറത്താക്കണം, സക്കരിയ സലാഹിയെ നിരുപാധികം തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് എത്രയോ ഇസ്ലാഹി സെന്ററുകൾ കത്തയച്ചിട്ടുണ്ട്. അത് വിചിന്തനത്തിൽ വരൂല. കാരണം വിചിന്തനം ഈ കോക്കസിന്റെ കയ്യില. പിന്നെ പറഞ്ഞിട്ടോ, സക്കരിയ സലാഹിയുടെ വാദങ്ങളെ സമസ്ത സ്വാഗതം ചെയ്തു. ഇപ്പോഴല്ല, 2002 മടവൂരികൾ പോയ അന്ന് സ്വാഗതം ചെയ്തത്. ഇപ്പൊ എന്ത് കണ്ടോ? തിരുവനന്തപുരത്ത് 100ഓളം കുടുംബങ്ങൾ ഖുറാഫിയായി. എന്താ? അവൻ പത്രസമ്മേളനം നടത്തിയത്രേ. എന്താ പത്രസമ്മേളനത്തിൽ പറഞ്ഞോ? സക്കരിയ സലാഹി ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സമസ്ത നല്ലത് എന്നിട്ട് AP സുജിയോടൊപ്പം പോയി. നയാബ് എന്നും അജ്മൽ എന്നൊക്കെ പേരുള്ള ഒരുത്തൻ മുമ്പ് RSS മറ്റായിരുന്നു. പിന്നെ ഇസ്ലാമിലേക്ക് വന്നു. നേരെ പോയത് കാന്തപുരത്തിന്റെ അവിടെ. അവിടുത്തെ സിയാറത്ത് ടൂറും ഖബറാരാധനയെ കണ്ടപ്പോ എണീപ്പിച്ചിരുത്തിയ ബിംബത്തെ പൂജിക്കണേ, ഇവിടെ കിടത്തിയിട്ട ബിംബത്തെ പൂജിക്കാന്ന് പറഞ്ഞു മുജാഹിദായി ചോട്ടൂത്തിലൂടെ. പിന്നെ ഇങ്ങനെ കുറച്ചാൾ നിന്നിട്ട് പിന്നെ കുറച്ചാളത്തേക്ക് സുബൈർ മംഗളിനൊപ്പം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലാതെ താടി പഠിച്ചോടെ നടന്ന് പിന്നെ വീണ്ടും നമ്മളിലേക്ക് വന്ന് പിന്നെ വീണ്ടും കാന്തപുരത്തിന്റെ അടുത്തേക്ക് പോയി. ഇങ്ങനത്തെ ഒരു ചെക്കനാണ്. ആ ചെക്കൻ കഴിഞ്ഞ് ഈ കേന്ദ്രം തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ആളുകളോട് വന്നിട്ട് പറഞ്ഞു, പനച്ചുമൂട് എന്ന സ്ഥലത്ത്. അപ്പൊ ഇപ്പം കുറച്ചാലായിട്ട് നമ്മളെ കൂടെ വന്ന് പറഞ്ഞാൽ നന്നാകണേ നന്നായിക്കോട്ടെ നമ്മൾ കൂടെ കൂട്ടി. പനച്ചുമൂട് എന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കണേ. അവിടെ AP സുജികൾ മാത്രമാണ്. കുറച്ച് ആളുകളുണ്ട്, നമുക്കൊരു യൂണിറ്റ് ഇടാം. അപ്പൊ നമ്മൾ ആളുകൾ വിശ്വസിച്ചിട്ട് ഇവൻ പറഞ്ഞു തന്ന 10 ആള് നമ്മളാളാന്നുള്ള അവിടെ യൂണിറ്റ് ഇട്ടു. ആ 10 ആൾപ്പെട്ട കുറച്ചാളാണ് ഇപ്പം ഇത് ഔട്ടായത്. 1.5 മാസം മുമ്പ് കാന്തപുരം ഇവന്റെ നിക്കാഹ് നടത്തി കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കാണാം. 1.5 മാസം മുമ്പ്. എന്നിട്ട് ഇപ്പൊ ഇന്നലെ പറയാണ് മുജാഹിദ് പ്രസ്ഥാനത്ത് ഇന്നലെ പോയതാണ്. എങ്ങനെയുണ്ട്? അപ്പൊ കാന്തപുരത്തിന്റെ അടുത്ത് പോയതാ ഇയാള്. ഇതിന്റെ ഉള്ളിലുള്ള ഉള്ളുകള്ളികൾ ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഈ അടുത്ത കാലത്ത് 2018-12-2011 MSM ജില്ലാ എക്സിക്യൂട്ടീവ് ചേർന്നിട്ട് ഇവരെ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം 12-ാം മാസം. കാരണം MSM മീറ്റിംഗ് പലപ്പോഴും വരൂല. മാത്രമല്ല ഇവരിങ്ങനെ ഈ പേരോടുമായിട്ട് എന്തോ രഹസ്യ മീറ്റിംഗ് നടത്തിയെന്നൊക്കെ അവിടെ ഉള്ള കേന്ദ്ര അനുഭാവികൾ വന്നിട്ട് പരാതി കൊടുക്കുകയും ചെയ്തു.
എന്നിട്ട് പറയാ 2 സെലഫി ഗ്രാമങ്ങൾ ഒന്നിച്ചു മാറി. അങ്ങനെ സെലഫി ഗ്രാമം തന്നെ തിരുവനന്തപുരത്ത്. അടുത്തടുത്ത് 4 മുജാഹിദുകൾ ഒന്നിച്ചില്ല പനച്ചുമൂട്. എന്നിട്ടാ പറയുന്നത് പനച്ചുമൂട് സെലഫി ഗ്രാമം പച്ച കളവ് പറയാ. 2002 അമ്പലക്കടവും കൂട്ടന് സ്വാഗതം ചെയ്ത കൂട്ടരത്തിന് ജിന്ന് ശൈത്താൻ വിഷയം വന്നതോടെ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞു, ഇനി നിങ്ങൾക്ക് സമസ്തയിൽ ലയിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഈ പ്രസ്ഥാനം ഒഴിച്ചു പോയോ? ഇനിയിപ്പോ 4 ഞാഞ്ഞൂരോട് പോയത് ഒഴിച്ചു പോവോ? അപ്പൊ സുഹൃത്തുക്കളെ, സക്കരിയ സലാഹിന്റെ പ്രസംഗം കേട്ടിട്ടാണെങ്കിൽ 1.5 മാസം മുമ്പ് കാന്തപുരം നിക്കാഹ് കഴിച്ചെടുത്തോ. എന്നിട്ട് നമ്മളെ പ്രസ്ഥാനം തന്നെ മാറ്റി നിർത്തിയതാ പോലെ മാസങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് പറയാ മാത്രല്ല എന്റെ സീഡ് ഞാൻ മിനിഞ്ഞാന്നാ പ്രസംഗിച്ചത്. മിനിഞ്ഞാന്ന് പ്രസംഗിച്ച സീഡ് എല്ലാവർക്കും കിട്ടും. ഇവിടെ നെറ്റിലുണ്ടായിരുന്നല്ലോ, വൈലക്സിലുണ്ടായിരുന്നല്ലോ, റെക്കോർഡിംഗ് ഉണ്ടാവുമല്ലോ. ഞാൻ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പാടില്ല. ഭൗതികമോ അഭൗതികമോ, കഴിവിൽപ്പെട്ടതോ കഴിവിൽപ്പെടാത്ത ഒരു സഹായവും ചോദിക്കാൻ പാടില്ല. അത് ശിർക്കിലേക്കുള്ള മാർഗമാണ്, തനിച്ച ഹറാമാണെന്ന് വ്യക്തമായി പ്രസ്താവിക്കുന്ന എന്റെ പ്രസംഗം അത് കേട്ടിട്ടാ. പിന്നെ അങ്ങനെ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ പറയുന്നവർ ഈ പ്രസ്ഥാനത്തിൽ ഇല്ലേ ഇല്ല എന്നാണ് നമ്മുടെ വിശദീകരണ യോഗങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങളൊന്നും കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പല ചാരന്മാരും വരുന്നുണ്ട്. പലരും അവരെ ആവശ്യം കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തു പോകും, ചിലപ്പോൾ വീണ്ടും വരും. അതൊക്കെ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പല മടവൂരികളുടെ ചാരപ്പണി പോലെ AP ഗ്രൂപ്പ് ചാരപ്പണി നടത്തി നോക്കിയതാണ്. പക്ഷെ കയ്യോടെ പിടികൂടി എന്നത് നമ്മുടെ ഒരു ഭാഗ്യമായി നമ്മൾ കാണാം. ഇൻഷാ അല്ലാഹ് വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ മഗ്‌രിബിന് മുമ്പിട്ട ക്ലിപ്പുകളിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ലെ, വിജയസ്ഥലത്ത് വെച്ച് തേടാമെന്ന് പഴവകാല മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരായി ഇപ്പോൾ പ്രചരണം നടക്കുന്നു. സഹായം തേടൽ ആരോടാണ്? വിജയസ്ഥലത്ത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അബ്ദുറഹ്മാൻ സലഫി ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു പുതിയ ഇസം കൊണ്ടുവന്ന് മൗദൂദിസം സുറൂറിസൊക്കെ ഈ പ്രസ്ഥാനം തകർക്കാൻ ശ്രമിച്ച പോലെ ഒരു കൂട്ടം ശ്രമിക്കുന്നു. ഡോക്ടർ ബഷീർ ഒളി കേന്ദ്രങ്ങളിലൂടെ പാതിരാവുകളിലൂടെ ഈ ആശയം പ്രചരിപ്പിക്കുന്നു. TP വിജയപ്രദേശത്തെന്താ അള്ള കുഴങ്ങിയോ? KV ഈ ശിർക്കാരോപണമൊക്കെ ഇപ്പൊ പറയുന്ന ആളുകൾ. എന്നാ സുഹൃത്തുക്കളെ, 6 കൊല്ലമായി സക്കരിയ സലാഹി ശിർക്കിലാണെന്നാണല്ലോ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 6 കൊല്ലം ശിർക്കുള്ള ഒരാളെ ഈ പ്രസ്ഥാനത്തിൽ നിർത്താൻ പറ്റും? 6 ദിവസം നിർത്താൻ പറ്റും തൗഹീദ് പ്രസ്ഥാനത്തിൽ? അപ്പൊ അതിന്റെ പച്ച കളവാണ് ഇവരെ കുറ്റപത്രം എന്നതിന്റെ തെളിവാണ്. സുഹൃത്തുക്കളെ, എന്നെ ന്യായീകരിച്ചുകൊണ്ട് എന്നെ കുറിച്ച് മടവൂരികൾ പറഞ്ഞു വരുത്തിയ കുപ്രചരണങ്ങൾ, സക്കരിയ സലാഹി ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അനസ് മുസ്ലിയാർ തന്നെ പല സ്റ്റേജുകളിൽ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ പലതും നിങ്ങൾ പല ക്ലിപ്പുകളിലും കേട്ടതാണ്. നിങ്ങൾ കേൾക്കാത്ത ഒരു ക്ലിപ്പ്, കഴിഞ്ഞ വിശദീകരണങ്ങളിലൊന്നും ഇടാത്ത ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടോളൂ. അനസ് മുസ്ലിയാർ പറയാ, മറുപടി പറഞ്ഞത് ജിന്നോടും മലക്കിനോടൊക്കെ സഹായം തേടുന്ന ഒരു പ്രശ്നമില്ല. അങ്ങനെ ചോദിച്ചു ചോദ്യത്തിനൊക്കെ അങ്ങനെ മറുപടി പറഞ്ഞു. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഒരു മനുഷ്യരെ പച്ചക്ക് കബളിപ്പിക്കുക, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മടവൂരിസം തിന്മക്ക് നാശത്തിന്, ചതിക്ക് വഞ്ചനക്ക്. ആ വർത്തമാനം പത്രത്തിലെ ആളുകളെ ചതിച്ച് വഞ്ചിച്ച് അതുകൊണ്ട് പൂതി തീരാതെ അള്ളാന്റെ പള്ളിയുടെ മുന്നിൽ മാറി തുറക്കാനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനെ ഇസ്ലാമി പ്രസ്ഥാനത്തെ വഞ്ചിച്ച് അള്ളാന്റെ പള്ളിയെ വഞ്ചിച്ച് എന്നിട്ടൊന്നും പൂതി തീർന്നില്ലേ? തീർന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്? ഒന്നാമത്തെ ചോദ്യം, ആ നോട്ടീസിൽ കൊടുത്ത ഒന്നാമത്തെ ചോദ്യം വായിച്ച് സക്കരിയ സലാഹി പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്, മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിന്, ഈ 5 എണ്ണം മാത്രം ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്തായോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം കാണാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളിൽ. എവിടെയാണ് ഞാൻ എഴുതിയത്? കാണിച്ചു നിങ്ങള് പച്ചമോ അച്ചടിച്ചിവിടെ ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം കാണാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളിൽ. എവിടെയാണ് ഞാൻ എഴുതിയത്? ജിന്നീയമായും തീവ്രമായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഏർപ്പെടുന്ന പോലെ തെളിവില്ലാണ് ഞാൻ എഴുതിയത്. സാങ്കേതിക വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം. എന്നിട്ട് അതിന്റെ പേരിലാണ് വിളിച്ചിരിക്കാം. ഹലോ, തേടാമെന്നോ അല്ലെ മനുഷ്യരോ ജിന്നോട് മലക്കിനോട് വിളിച്ച് തേടാന്നോ പറഞ്ഞത് ആണോ? അപ്പോ
അബ്ദുറഹ്മാൻ സലഫിന്റെ വണ്ടിയിൽ കേരളയിൽ മുമ്പുള്ള ക്ലിപ്പാണ്. ഇപ്പൊ മൂപ്പരെ നിഷേധിക്കും. യഥാർത്ഥത്തിൽ എന്റെ ക്ലിപ്പ് ഇട്ടിട്ട് സഹോദരൻ അനസ് പറയാണ്, സക്കരിയ സലാഹിക്ക് കാണാമെന്ന് മാറുന്നുണ്ടെന്നോ, പച്ച കള്ളം പറയില്ല മടമൂരികളെ എന്ന് പറയാണ്. കാരണം അന്ന് അദ്ദേഹം സത്യസന്ധമായി ഈ ദഅവത്ത് നടത്തിയിരുന്ന ആളെ, കോക്കസിന്റെ കെണിയിൽ പെടാത്ത കാലാണ്. എന്തിനധികം ഈ ദുഷ്പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന അബ്ദുറഹ്മാൻ സലഫി 2011 ഫെബ്രുവരിയിൽ ഈ കോക്കസിന്റെ കേന്ദ്രമായ പയ്യന്നൂരിൽ വെച്ച് പറഞ്ഞത് കേട്ടോളൂ. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടിലൂടെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവർ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. അല്ലോ, ചില ആളുകളുണ്ട്, അവരെ ഞങ്ങൾ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, അവരുടനെ തന്നെ പുറത്തു പോകും എന്നൊക്കെയല്ലേ പറയേണ്ടത്. ആരുമില്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ അങ്ങനെ വാദമുള്ള ഒരാളുമില്ല. ഒരു വാക്ക് ഒന്നും പറഞ്ഞ് നടക്കുന്ന മടമൂരികളെന്ന് 2011 ഫെബ്രുവരിയിൽ പറയുന്നു. ഇപ്പൊ പറയുന്ന 6 കൊല്ലായിട്ട് ശരിക്കലാണ്. ഏത് സമാചാരമാണ് സത്യം നിങ്ങൾ പറ. അപ്പൊ തനിച്ച കളവാണ് ഇപ്പൊ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ വാക്കെന്നെ തെളിവാ. ഇപ്പൊ പറഞ്ഞെന്തറിയോ, ക്ലിപ്പിലല്ലാതെ ആയത്തും അതീ തോന്നുന്നില്ല. ഈ ക്ലിപ്പൊക്കെ ആയത്തിന്റെ അതീതിന്റെ അടിസ്ഥാനത്തിലല്ലേ, ആയത്തിന്റെ അതീതിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങളൊന്നും പറഞ്ഞത്? നമ്മൾ ഒന്നിച്ചു പറഞ്ഞു ആയത്തിന്റെ അതീതിന്റെ അടിസ്ഥാനത്തിൽ. അത് നിങ്ങൾ ഇപ്പോൾ മൂടി വെച്ച് നിങ്ങൾ അതിന് ഉൾട്ട പറയുന്നു. അപ്പൊ ജനങ്ങളോട് കാണിച്ചു കൊടുക്കുകയാണ്. സമസ്തക്കാർ സ്വാഗതം ചെയ്തു, സമസ്തക്കാരുടെ കേന്ദ്രങ്ങളിലേക്ക് സക്കരിയ സലാഹിയെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നു. പച്ച കളവ് പറയരുത്. പണ്ട് കാന്തപുരം പറഞ്ഞു, മക്കത്ത് വാങ്ങിക്കൊടുത്താൽ ഊത്തൂതും പെണ്ണുങ്ങളൊക്കെ പോണെന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ മായത്തിൽ പെടായി അത് കണ്ടോ. അപ്പൊ ആളുകൾ പണ്ട് മക്കത്ത് പോകാത്ത കാലത്തൊക്കെ പറ്റിയിരുന്നു. ഇപ്പൊ ആളുകൾ എത്ര ആൾ മക്കത്ത് പോകണ്ട്, ഇപ്പൊ അത് വിശ്വസിക്കോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇനി 2011 നവംബറിൽ നമ്മുടെ അനസ് മുസ്ലിയാർ ബഹ്റൈനിൽ പോയി. അപ്പൊ മൂപ്പരോട് റഷീദ് കല്ലേരി എന്നൊരു AP സുന്നിക്കാരൻ പറഞ്ഞു, ജിന്നിനെ വിളിച്ച് സഹായം തേടാമെന്ന് അഭിപ്രായമുള്ള സക്കരിയ സലാഹി നിങ്ങളെ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കെ നിങ്ങൾ ഈ ബഹ്റൈനിൽ വന്നിട്ട് തൗഹീദും ശിർക്കുമെന്ന് മുഖാമുഖം നടത്തിന് എന്താ അർത്ഥമാണുള്ളത്? അപ്പൊ അൻസോലി പറഞ്ഞ സക്കരിയ സലാഹിക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല. സക്കരിയ സലാഹിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ അഭിപ്രായം ഇല്ല. അപ്പൊ AP സുന്നിക്കാരൻ പറയാണ്, സക്കരിയ സലാഹിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ട്. അങ്ങനെ അഭിപ്രായം ഉണ്ടായിട്ട് മൂപ്പരെ പ്രസംഗിക്കാൻ വിളിക്കരുതെന്ന് AP അബ്ദുൽ ഖാദർ മോഡി പറഞ്ഞ ക്ലിപ്പ് എന്തായാലുണ്ട്. പിന്നെ ഒരു നോടിയും കൂടി പറഞ്ഞു, സക്കരിയ സലാഹിന്റെ എത്രയോ പ്രസംഗങ്ങളിൽ ഒട്ടന്മാരെ മടമുരികൾ വിളിച്ചുകൊണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പറയുന്നത് AP സുന്നിയല്ലേ, കള്ളമുടി കൊണ്ടുവന്ന് AP സ്ഥായി നെയ്യായി. ഞാനങ്ങനെ ഒറ്റ പ്രസംഗത്തിന് പറഞ്ഞത് ഒരു AP സുന്നിക്കാരൻ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അനസ് മോഡി തീർത്ത് വെല്ലുവിളിക്കുകയും ചെയ്തു, നിങ്ങൾ തെളിയിക്ക്. പിന്നെ പറഞ്ഞെന്തറിയോ, AP അബ്ദുൽ ഖാദർ മൗലവിയെ ഇപ്പൊ കണ്ടിട്ട് എന്തൊരു ക്ലിപ്പ് ഇട്ടത്, അത് കായംകുളത്ത് ഞാൻ പ്രസംഗിച്ചതാ. ആ പ്രസംഗം മടവൂരികൾക്ക് നല്ലോണം ഏറ്റു. ഞാൻ ചെന്നപ്പോൾ ഒരു നോട്ടീസ് വിതരണം ചെയ്തു. ആ ചോദ്യങ്ങൾ മുഴുവൻ ഞാൻ അക്കമിട്ട് മറുപടി പറഞ്ഞു. അപ്പൊ മടവൂരിലെ AP-നെ വിളിച്ചിട്ട്, സാർ കായംകുളത്തു നിന്നാണ്, ഇന്നലെ സക്കരിയ സലാഹി ഇവിടെ വന്നിട്ട് ജനനി മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കാനും ജർമ്മനിയിൽ മരുന്നെത്തുകൊണ്ടുവരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അബ്ദുറഹ്മാൻ സലഫിന്റെ കേസറ്റ് ജിദ്ദ കേസറ്റ് കേട്ട് റാഹത്തിൽ ഇരിക്കുന്നു. ആകെ പ്രശ്നമായി. അങ്ങനെ പറഞ്ഞു. പറഞ്ഞു സർ, പറഞ്ഞു. പ്രായമുള്ള ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ്. അങ്ങനെ പറഞ്ഞ് എന്ത് സർ ഇയാൾക്ക് നടപടി എടുത്തോളൂ സാർ, ഇന്നലത്തെ നടപടി എടുത്തു നടപ്പിലായില്ല സാർ. സാർ സാർ നമ്മൾ 10 സാർ വിളിച്ചുകൊണ്ട് AP അറിഞ്ഞിപ്പോ എന്താ കാട്ടുക? നിങ്ങൾ ഓനെന്നാ പ്രസംഗിക്കാൻ വിളിക്കണ്ട, അലസത്തിനൊരു പരിഹാരം വേണല്ലോ. ഞങ്ങളൊരു പരാതി എഴുതി തന്നാണ് KJയിൽ ഇങ്ങനെ താഴേക്ക് നിയന്ത്രിക്കണം. പിറ്റേന്ന് അത് നെറ്റില് AP അബ്ദുൽ ഖാദർ മോഡി പറയുന്നു, ഞാൻ AP-നെ വിളിച്ചു, സാർ എന്താണ് നിങ്ങൾക്ക് എന്നോടൊന്ന് ചോദിച്ചൂടെ, ഞാനിങ്ങനെ പ്രസംഗിച്ചോ? അല്ലെങ്കിൽ ആ പറഞ്ഞവരോട് പറയുമ്പോൾ ആ കേസറ്റ് ഒന്ന് കൊടുത്തേക്ക് ഞാനൊന്ന് കേൾക്കട്ടെ. എടാ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിപ്പോയിരുന്നു, ഞാനത് വിട്ടു. പക്ഷെ മടവൂരികൾ അത് ആഘോഷിച്ചു കൊണ്ടുവന്നു, അവരും അത് വിട്ടു. പക്ഷെ ഈ KNM ഇലക്ഷൻ വന്നപ്പോ അത് നോട്ടീസാക്കി. ഈ നവമടവൂരികൾ CD ടവറിലുള്ള അഡ്രസ്സിൽ AP-യുടെ ഫോൺ ക്ലിപ്പ് നോട്ടീസാക്കി വോട്ടാക്കി മാറ്റി. അപ്പൊ അതാണ് AP സുന്നിക്കാരൻ ചോദിക്കുന്നത്. എന്നിട്ട് പോലും മനസ്സ് പോലും പറയാണ്, AP അബ്ദുൽ ഖാദർ മോഡി പറഞ്ഞു നിങ്ങൾ പറയണ്ട, സക്കരിയ സലാഹി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് തെളിവ് കൊണ്ടാ.
കേട്ടോളി പറയുന്നത്. ചോദ്യത്തിന് ശ്രദ്ധിച്ചോളൂ. ബഹുമാന്യനായ സക്കരിയ സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സലാഹി സംഘടന ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ എത്രമാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അള്ളാഹ് പറയിക്കല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്. സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു. സക്കരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു, താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദമുണ്ട് എന്നാ സക്കരിയ സലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സലാഹി നേരേക്ക് തിരിച്ചു വെക്കുക. ഇത് അങ്ങനെ വാദം ആര് പറഞ്ഞാലും അവിടെ നേരെ മൈക്ക് തിരിച്ചു വെക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച സുഹൃത്തിന്, ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്നാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? ആയിക്കോട്ടെ, ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സലാഹി. ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. പറഞ്ഞിട്ടില്ല സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് യൂണിയുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് ചാടി. സക്കരിയ സലാഹി അത് പറഞ്ഞു എന്ന് സക്കരിയ സലാഹി പറഞ്ഞു. ഹാത്തുൽ ബുർഹാനക്കും തെളിവതാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് ഞാൻ, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുവരെ കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു. ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞത്, അവിടെ എനിക്ക് വിഷമിക്കണ്ട. ഇനി അതല്ല, അത് വെച്ചാൽ നമ്മുടെ സാധാരണ ചില ആളുകളുടെ മുഖാമത്തിൽ ഒരു ഇര കിട്ടിയാൽ അവിടെ കൊടുത്തി വരിക്കല. അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ അനസ് മൗലവിന്റെ ഇവിടെ കോട്ടക്കൽ നടന്ന മുഖാമുഖത്തിൽ കൊത്തി വലിച്ചല്ലോ പ്രവർത്തകരെ, കേട്ടില്ലേ? ഇരിക്കവിടെ അപ്പുറം മൈക്ക് ഇപ്പൊ കൊത്തി വലിക്കല. ഇനി ഒരു കാര്യം പറയട്ടെ. AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം വേറെ വഴിയിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം എന്തിനായി പോണതുകൊണ്ട് വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിഷയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞു, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ? പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്. ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല. അവിടെ ഇരിക്കൂ, കണ്ടിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെരുവ് സ്ക്രീനിൽ നോക്കിക്കോ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കണവുകളാണ്.
സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിൽ ഈ 5 എണ്ണം മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടരക്തങ്ങളെ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാണ് ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച അച്ചടിച്ചു വിടുക ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട്. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹിനെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. വളരെ വ്യക്തമാണ്. 2011 നവംബറിൽ ഇദ്ദേഹത്തെ അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസ് രോഗം ബാധിച്ചിട്ടില്ലാത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്. ഈ ക്ലിപ്പ് ഞാൻ പലയിടത്തും ഇട്ടപ്പോ അദ്ദേഹത്തിന്റെ മറുപടി കടവത്തൂർ വന്നിട്ട് ഉപരം ചെയ്ത ആദ്യത്തെ 1.5 മിനിറ്റ് ഇട്ടു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നെങ്കിൽ ഈ മൈക്ക് അദ്ദേഹത്തിന് നേരെ അവൻ തിരിച്ചു വെക്കുക. അവിടെ നിർത്തി, ബാക്കിയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് മൈക്ക് തിരിച്ചു വെക്കുമെന്ന്. ഒരു മറുപടി. തിരൂര് വന്നപ്പോ എന്താ ചെയ്യുന്നതെന്നറിയോ? സക്കരിയ സലാഹിനെ പറ്റി ഞാൻ എങ്ങനെ പറഞ്ഞത്, അദ്ദേഹം 2011 ജൂൺ മാസം 21 പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനത്തിൽ 11ാമത്തെ തീരുമാനം ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നിരുന്നു. അത് ഞാൻ വിശ്വസിച്ചു. അതിന് ഞാൻ പിന്മാറിയിട്ടില്ലല്ലോ. എപ്പോഴും ഞാൻ പറയുന്നു ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. ഏത് മുജാഹിദും അങ്ങനെ തന്നെ പറയാം. അത് പൊതുവായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസ്താവനയാണ്. കാരണം പ്രത്യേകിച്ച് ഈ പുതിയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണ്. അന്ന് റുഖിയ ശർഈയാണ് ചർച്ചാ വിഷയം. രാവിലെ 9 മണി മുതൽ മഗ്‌രിബ് വരെയും ചർച്ച ചെയ്തു. അങ്ങനെ പിരിയാൻ നിൽക്കുമ്പോ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്ന വിഷയം കൂടെ അവിടെ എഴുതിക്കളാന്ന് പറഞ്ഞു. ആ അബ്ദുറഹ്മാൻ സലഫി. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം ചർച്ച, അപ്പൊ പറയുമ്പോഴത്തേന് ഹനീഫ എഴുതുക, നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാ വിഷയവും നമ്മൾ ചർച്ച ചെയ്ത് ഓരോ തീരുമാനം എഴുതി. അങ്ങനെ എത്രയും സമയം പോയത്. ഇതിനെന്താ തർക്കിക്കേണ്ട വിഷയം? ഇതും കൂടി നിങ്ങൾക്ക് പറ്റുമെന്നൊക്കെ ചെയ്യാൻ ചൂടായി. അപ്പൊ ഷമീർ പറഞ്ഞു എന്താപ്പോ തർക്കമില്ലാത്തൊരു വിഷയമല്ല, അത് എഴുതിക്കോട്ടെ. നമ്മളിപ്പോ തർക്കിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് എഴുതാനല്ലോ. ആ മൊയ്തീൻ ശേഖരെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അതല്ലേ പോയുള്ളൂ. അതിനപ്പുറം ഒരു ചർച്ച ചെയ്തിട്ടില്ലല്ലോ. എഴുതിക്കോട്ടെ. ആ നിലക്കല്ല ഒപ്പിട്ട് കൊടുത്തത്. അതിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. എന്നിട്ട് തരൂര് വെച്ച് പറയാണ് അങ്ങനെ ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് ന്യായീകരിച്ചത്. നമുക്കിടയ്ക്ക് ക്ലിപ്പ് വേറെ ഉണ്ടാവുമല്ലോ, എന്താ ഇടാത്തത്? കണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞതാ. ഈ 11 മാത്രം വായിക്കും. അതിൽ വേറെ എന്തെല്ലാം തീരുമാനങ്ങളുണ്ട്. അതെന്താ വായിക്കാത്തത്? കണ്ടോ? ജിന്നുബാധ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതിനോടൊപ്പം റുഖിയ ശർഈയ ചെയ്യാവുന്നതാണ്. അന്നത്തെ ഒരു തീരുമാനം. 11 10 വരെ ഉള്ളത്, അതിന്റെ ശേഷം 12, 13 ഒന്നുമില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, പല തീരുമാനങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. ഒരാളുടെ കാരണം രോഗകാരണം ജിന്നു ബാധിച്ചതാണ് എന്ന് വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നതല്ല. ഉറപ്പിക്കാതെ നിഗമനത്തിലെത്തി ഇത് ജിന്നുബാധയാവാം, ശീർബാധയാകാം എന്ന് നിഗമനത്തിലെത്തുന്നതിന് തെറ്റില്ല എന്നും അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, എന്നാൽ പിശാച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. ഇന്നോ ഈ വിശദീകരണം വെച്ച് ആരെങ്കിലും അംഗീകരിക്കോ? അതുകൊണ്ട് ഇതൊന്നും വായിക്കൂല. നല്ല നല്ല തീരുമാനങ്ങൾ സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. ആ നല്ല നല്ല തീരുമാനം വായിച്ചു കൊടുക്കി. കാരണം മൂപ്പരിക്കൽ ഇത് വായിച്ച മുമ്പിലിരിക്കുന്ന അക്കലാനികൾക്ക് ദഹിക്കും. അക്കലാനിയ എന്നല്ല, അക്കലിന് നക്കലിനേക്കാൾ പ്രാധാന്യം കൊടുക്കാം. പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ. ഇപ്പോ ജാമ്യയിൽ നടന്ന മുസ്ലിക്കാക്കൽ സമ്മേളനത്തിൽ പാണ്ടിക്കാട്ടുകാരൻ്റെ ഒരു കുട്ടിയുടെ ചോദ്യം ചോദിച്ചു. ഇങ്ങനെ സിഹർ ബാധിച്ച ആൾക്ക് ആരുടെ സിഹറാണോ ഏറ്റത് എന്ന് അറിഞ്ഞാൽ അയാളുടെ അവയവങ്ങൾ കഴുകിയ വെള്ളം ബാധ ഏറ്റ ആളുടെ ദേഹത്തെ പൊഴിക്കണമെന്ന് പറയുന്ന ഒരു കുളി ചികിത്സ അങ്ങനെ ഹദീസിലുണ്ടോ? ഉണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെ ഹദീസ് ഉണ്ടോ? അത് ശരിയാണോ? അത് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചില്ലെങ്കിൽ ഹദീസ് നിഷേധാവോ? വിശ്വസിച്ച അന്ധവിശ്വാസമാവോ? എന്താ അനസിന്റെ മറുപടിയോ? നിങ്ങളുടെ ചോദ്യം അപ്രസക്തമാണ്. അതിന്റെ പൊരുൾ ഞങ്ങൾക്ക് നല്ലവണ്ണം പിടികിട്ടുന്നു.
എന്താ പൊരുള്? മുമ്പിലിരിക്കുന്ന ഹദീസ് നിഷേധികൾ ഞങ്ങളിൽ തമ്മിൽ തെറ്റിക്കാനുള്ള ചോദ്യമല്ലേ? അതായതിന്റെ പൊരുള്. അത് നടക്കാനുള്ള ഒരു മറുപടി ഒഴിഞ്ഞു മാറി, അപ്രസക്തത ഒഴിഞ്ഞു മാറി. എന്താ കാരണം? ഹദീസ് എടുത്ത് ഉദ്ധരിച്ച് സംസാരിക്കുന്ന ആള് നാവിറങ്ങിപ്പോയി. അതുപോലെ ഈ 11 മാത്രം വായിക്കും, ബാക്കിയുള്ളതൊക്കെ വായിച്ചു കൊടുക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, റുഖ്യ ശർഈയെ സംബന്ധിച്ച് നല്ല തീരുമാനങ്ങൾ എടുത്ത ആ തീരുമാനത്തിൽ ഒരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് മൂപ്പർ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. മൂപ്പര് തിരുവനന്തപുരത്ത് പറഞ്ഞത് കേട്ടോളി. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ പോലെ പറഞ്ഞു, ജിന്നിനോട് സഹായം ചെയ്യണമെന്ന് ജബ്ബാർ പോലെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞിട്ടില്ല, ജബ്ബാർ പോലെ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. മാത്രം അദ്ദേഹം ഒപ്പിട്ടുണ്ട്. അഥവാ ജിന്നോട് സഹായത്തിന് തൗഹീദിൽ വീണ്ടും ശിർക്കുമാണ് ഏത് ഒപ്പിട്ടുന്ന ചർച്ച ചെയ്തപ്പോ എഴുതി ഒപ്പിടുന്ന ഞങ്ങൾ വിശ്വസിച്ചു. അദ്ദേഹം സത്യസന്ധമായി വളരെ വിശ്വസിച്ചു. അദ്ദേഹത്തിന് വേണ്ടി നാക്കിട്ട് വെച്ചു. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം ഇപ്പൊ പറയുന്നത് അദ്ദേഹം മനസ്സിലാവപ്പെട്ടതാണ്. എന്താ ചെയ്യാം? അദ്ദേഹത്തെ വിശ്വസിച്ചു, സ്വാഭാവിക വിശദീകരിച്ചു. അദ്ദേഹമില്ല എന്റെ മനസ്സിലില്ല ഒപ്പിട്ടതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വഞ്ചിതരായി എന്ന് മനസ്സിലാക്കുക. ജബ്ബാർ പോലെ പറയാത്ത ജബ്ബാറിനെ പറയുമ്പോ ജബ്ബാർ പോലെ മനസ്സിലാവും. അതിനാണ് ജബ്ബാർ പോലെ വിളിച്ചതല്ല, നേരെ മറിച്ച് അയാൾ നടത്തച്ചാൽ ഉപയോഗിച്ചതുപോലെ അതേ തിരുത്തണം, നിങ്ങൾ തിരുത്തണം. അതിന് തിരുത്താൻ കഴിയാറില്ല, ഞങ്ങൾക്ക് അതേപോലെ തിരുത്താൻ കഴിയില്ല. എന്നിട്ടും നാളുകളാണ് ഈ സൗകര്യങ്ങളാൽ തെറ്റിദ്ധരിക്കുന്നതില്ല. ഒരു വിഷയങ്ങൾ എഴുതി കൊടുക്കുക ആളുകളാണ് ഞങ്ങൾ. ഇനി ഞങ്ങൾ മനുഷ്യരാണ്, എന്തെങ്കിലും വിഷയം ഓർമ്മയുണ്ടെങ്കിൽ പശ്ചാത്തലിക്കാനല്ലാതെ വെറും പ്രവൃത്തിയില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാറ്. അപ്പൊ എല്ലായിടത്തും ഇപ്പൊ പറഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് ക്ലിയർ കുറവുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. സക്കരിയ സലാഹിന്റെ കാര്യത്തിൽ ഞാൻ ബഹ്റൈനിൽ അങ്ങനെ പറയാൻ കാരണം PN-ന്റെ നേതൃത്വത്തിൽ മൂപ്പർ ഒപ്പിട്ട് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണേ, ജിന്ന് സായം തരുന്ന ആളായിരുന്നു. എന്തിനാണ് അനസ് മൗലവി ഇങ്ങനെ സ്വയം മാറുന്നത്? എന്തിനാണ്? ആളുകൾ ചോദിച്ചു, അനസ് മൗലവി എന്നുള്ളതൊക്കെ വിട്ടു തിരുവനന്തപുരത്ത് അനസെ കള്ളം പറയരുത്. സാധാരണ പ്രവർത്തനം തീപ്പിലൊക്കെ ഇരുത്തി ആംബുലൻസ് പറയാം, അനസെ എന്തൊരു തൊലിക്കട്ടിയാണ് ആളുകൾ ചോദിക്കുക. ഇത്ര ആയതുകൊണ്ട് ആളുകൾ വികാരം കൊടുക്കണം. പച്ചക്ക് മാറ്റി പറയല്ലേ, പച്ചക്കങ്ങ് മാറ്റി പറയാ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രീതിയിലേക്ക് അനസ് മുസ്ലിയാർ പോയി. ഇപ്പോ അനസും അനീഫയും കുറച്ച് താഴോട്ട് വന്നു. അങ്ങനെ പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ സക്കരിയ സലാഹിക്ക് വാദമില്ല. പക്ഷെ TP അഹ്മദി മദനി പിന്നെ പറയും, നമുക്ക് ജിന്നു വേണോ അതുപോലെ. അഹ്മദി മദനിക്ക് അതിന്റെ പണി തൗഹീദിന്റെ ആയത്തുണ്ടോ, ജിന്നു വേണോ. അയാൾക്ക് എന്താ ശൈത്താൻ കയറുന്നാ തോന്നുന്നത് എല്ലാ സ്ഥലത്തും. അയാൾക്ക് നല്ല റുഖ്യ നടത്തേണ്ട സമയം. അപ്പോ സുഹൃത്തുക്കളെ, അള്ളാഹു പോരെ എന്ന് ചോദിച്ചിട്ട് അള്ളാഹ് പോരാ ജിന്ന് വേണമെന്ന് ആരോടെ പറയുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന കുൽസിതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അനീഫ് കായക്കൊടി തന്നെ പറയാണ് തിരുവനന്തപുരത്ത് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അവിടെ മുസ്ലിം ജിന്ന് എന്നുകൂടി ചിലപ്പോൾ കൂടിച്ചേർക്കാറുണ്ട്. പിന്നോട്ട് പോയി ഇപ്പൊ എന്തായോ, അവൾ ആ യോഗത്തിൽ തന്നെ TP അഹ്മദി മദനി പച്ച ശിർക്ക് ആരോപിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അനീഫി അനസും ബാക്കോട്ട് പോയി. കാരണം അവർക്ക് പിന്നെ എന്ത് പ്രശ്നം, അഹ്മദി മദിക്ക് എന്താ, ആര് പറഞ്ഞെന്താ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇവർക്ക് കുറച്ചൊരു മനസാക്ഷി ഉള്ളതുകൊണ്ട് സക്കരിയ സലാഹിക്ക് പ്രാർത്ഥിക്കാമെന്ന് വാദമില്ല, ജിന്നിനോട് സഹായം തേടാമെന്ന് വാദമില്ല.
ദൂരെയുള്ള ഏതോ ജിന്നിനോട് ഭൗതിക കാര്യം ചോദിക്കാമെന്നും വാദല്ല. ഹാളിറായ ഒരു ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ച ശിർക്കല്ല എന്നാണ്. അതും ചോദിക്കാമെന്ന് വാദമുണ്ടെന്ന് പറഞ്ഞില്ല. ഹാളിറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കാം, അത് അനുവദനീയമാണ് എന്ന് വാദമുണ്ടെന്ന് പറഞ്ഞോ? അത് ശിർക്കല്ല എന്ന് മാത്രം പറഞ്ഞാണ് തടി സലാമത്താക്കി. അതിന്റെ മാത്രം വാദമല്ല, ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാരുടെ വാദാണ്. അപ്പൊ എനിക്കൊരു പുതിയ വാദവുമില്ല എന്ന് എന്റെ സഹോദരൻ ഹനീഫ് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഖ്യാപിക്കേണ്ടി വരും നിങ്ങൾക്ക്. പിന്നോട്ട് പോകും. ഇപ്പൊ പുളിക്കലെന്താ വിഷയം എന്നറിയോ? റുക്കിയാശറയ്യർ പൊളിച്ചെഴുത്ത് സിർക്കാരോടൊക്കെ പോയിപ്പോ ബലികള് റുക്കിയറ്റ് നിങ്ങളെ പൊളിച്ചു കാണിക്കുന്ന നിങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ തട്ടിപ്പുകള്, KJU വിശദീകരണം എന്ന പേരിൽ നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനങ്ങള്, പ്രമാണങ്ങളെ കോട്ടിമാട്ടിയത്, അതൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ കേട്ടില്ല നിങ്ങള്? അങ്ങനെ എനിക്ക് എന്റെ വാദം എന്താ? ദുഹാലറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ച ശിർക്കല്ല. മുപ്പര് വരെ എന്റെ വാദം എന്നാ അങ്ങനെ തേടാന്ന് ഞാൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഹാലറായ ജിന്നിനോടും തേടാൻ പാടില്ല, ഭൗതികവും ചോദിക്കാൻ പാടില്ല, അഭൗതികവും ചോദിക്കാൻ പാടില്ല. അതെല്ലാം ശിർക്കിലേക്കുള്ള മാർഗമാണ്. അതുകൊണ്ട് അത് ഹറാമാണ്. ശിർക്ക് ഹറാമാണെങ്കിൽ ശിർക്കിലേക്കുള്ള മാർഗവും ഹറാമാണ്. ഇതന്നെ നമുക്ക് പറയുള്ളൂ. ഇത് ഞാനൊരു പുതിയ വാദം കൊണ്ടുവന്നല്ല. ഇനി വരുന്ന ക്ലിപ്പുകളിലൂടെ സുഹൃത്തുക്കളെ നിങ്ങൾക്കത് കാണാം. ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? സക്കരിയ സലാഹി ഒരു ദുർബലമായ ഹദീസ് കൊണ്ടൊന്ന് ചർച്ചയ്ക്ക് വെച്ചു. ഞാനാ ചർച്ചയ്ക്ക് വെച്ചത്. സുഹൃത്തുക്കളെ, ഈ ദുർബല ഹദീസ് ഇന്നും നിലയുള്ളതല്ല. 1100 കൊല്ലമായി നമ്മുടെ സമൂഹത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ ഈ ഹദീസ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ നിങ്ങള്? ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഈ ഹദീസ് ഉണ്ട്. ഇമാം ബൈഹഖിയുടെ അൽ ആദാബിൽ ഈ ഹദീസ് ഉണ്ട്. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഈ ഹദീസ് ഉണ്ട്. ഇമാം അബൂ യഅലയുടെ മുസ്നദിൽ ഈ ഹദീസ് ഉണ്ട്. ഇമാം തബറാനിയുടെ മുഅ്ജമിൽ ഈ ഹദീസ് ഉണ്ട്. ഇതൊക്കെ അഹ്ലുസുന്നയുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളാ. അതിലുള്ള ഹദീസാ ഇത്. അന്ന് മുതൽക്ക് ഇത് ചർച്ചയാണ്. എക്കാലത്തും ഷിയാക്കളും അതുപോലെ ഖുബൂരികളും സൂഫികളും മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, മഹാന്മാരോട് ഇസ്തിഗാസ നടത്താൻ ഇതിനെ തെളിവാക്കിയപ്പോൾ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 300 കൊല്ലത്തിനിടയ്ക്ക് എത്രയോ നവഖുബൂരികൾ രംഗത്ത് വന്നു. സൈനി ദഹ്ലാനെ പോലെയുള്ള, അഹമ്മദ് ബാഷയെ പോലെയുള്ള ഒരുപാട് ആളുകൾ. അവർക്കൊക്കെ സലഫി പണ്ഡിതന്മാർ കൊടുത്ത മറുപടികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇത് സംസാരിച്ചിട്ടുള്ളത്. കേരളത്തിൽ 1980കളിൽ ശബാബിലേക്ക് ചോദ്യം വന്നു ഈ ഹദീസിനെ സംബന്ധിച്ച്. യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ രക്ഷിക്കണേ എന്ന് വിജനമായ സ്ഥലത്ത് വഴിതെറ്റിയാൽ, വാഹനമുഖം നഷ്ടപ്പെട്ടാൽ വിളിച്ചു പറയാൻ നിർദ്ദേശിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അത് തെളിവല്ലേ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായി അതിന് ചെറിയ മുണ്ട മറുപടി കൊടുത്തു. അല്ലാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ ആ പറഞ്ഞ ഇബാദല്ലാഹ് എന്ന വിളിയിൽ ഏവല വിളി മാത്രമേ ഉള്ളൂ, അതിൽ പ്രാർത്ഥനയില്ല. ഇനി വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ചോദിച്ചാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല എന്ന് വ്യക്തമായി ചെറിയ മുണ്ട മറുപടി കൊടുത്തു. അത് പലരും ചോദിച്ചു, അല്ല അനീഫ മൗലവി, അല്ല അനസ് മൗലവി, നമ്മൾ മടവൂരികൾക്കെതിൽ ആദർശ വ്യതിയാനം ആരോപിച്ചപ്പോ ഇത് 80കളിൽ ഇവരിത് എഴുതി ശബാബിന് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ മുണ്ടത്തിന്റെ പാലം പണി വരെ നമ്മൾ തെളിവാക്കിയപ്പോ ഇതെന്തേ തെളിവാക്കിയില്ല? സ്ട്രോങ് തെളിവല്ലേ ഇത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞെന്താന്നറിയോ? അത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്താ സുഹൃത്തുക്കളെ ഇത് എഴുതുന്നത്. ബാലകൗതുകത്തിന്റെ ലേഖനങ്ങൾ വരെ അക്ഷരം വിടാതെ വായിക്കും KP. ഒരു ലക്ക ഇറങ്ങിയ എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ അപ്പ വിളിച്ചു പറയും. അതിന്റെ രാമായണത്താണെന്ന് മനസ്സിലാക്കിയിരുന്നാല ബഹുമാനപ്പെട്ട KP. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഈ പ്രസ്ഥാനം എന്നുമെന്നും ഓർക്കുന്ന, മനസ്സിൽ പ്രാർത്ഥനയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹാനായ നേതാവായിരുന്നു അദ്ദേഹം ഉള്ള കാലത്ത് ഉമർ മൗലവി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലാണ്. KN ഇബ്രാഹിം മൗലവി ജീവിച്ചിരിക്കുന്ന കാലാണ്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ശബാബിൽ ഇത് വന്നപ്പോ ഇതൊരു ഫത്വയാണ്, ചോദ്യോത്തരമാണ്.
അതിന് ശിർക്കുണ്ടെങ്കിൽ അതാരും ശ്രദ്ധയിൽപ്പെടാതെ ശ്രദ്ധയിൽപ്പെടാതിരിക്കോ? അത് ഉണ്ടായിട്ടില്ല. അത് ശിർക്കില്ലാത്തത് കൊണ്ടാ ആരും പ്രതികരിക്കാതിരുന്നത്. അങ്ങനെ അത് പിന്നീട് പുസ്തകമായി. 2001 പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന തൗഹീദുമായി ബന്ധപ്പെട്ട് ശബാബിൽ വന്ന ചോദ്യോത്തരങ്ങൾ യുവത പുസ്തകമാക്കി. ഇതിന്റെ 2ാം പതിപ്പ് 2005 ഇറങ്ങി. അതിനിടയ്ക്ക് നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന പേരിൽ കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിത്യജീവിത വിഷയങ്ങൾ ബുക്കാക്കിയപ്പോൾ അതിലും ഉൾപ്പെടുത്തി. ആരും ഇതിൽ ശിർക്ക് പറഞ്ഞിട്ടില്ല. 2004 അത്തൗഹീദ് മാസികയിൽ KK മുഹമ്മദ് സുല്ലമി എഴുതി. സംഘടന പുലർന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ എഴുതിയത്? ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരും, ജന്തുക്കൾ അറിയും, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്ക വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. എന്താ KK മുഹമ്മദ് സുല്ലമിന്റെ വാദം? അപ്പൊ മടവൂരികൾ പറയുന്നത് ഇത് ശിർക്കാണെന്നാ. അപ്പൊ KK ശിർക്കിലായി മരിച്ചു എന്നാ. ചെറിയ മുണ്ടമേറ്റി ശിർക്കാണെന്നാ പറയുന്നത് ആ മൂവർ സംഘം. ഈ മൂവർ സംഘം അതാ പറയണത്. കണ്ടോ? മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക. ശരിക്ക് മടവൂരിയുടെ വാദപ്രകാരം പ്രാർത്ഥിക്കുന്നതിനാണ്, മലക്കളെ വിളിച്ച് പ്രാർത്ഥിക്കലാണല്ലോ. അള്ളാനെ വിളിച്ചന്വേഷിച്ച മലക്കൾ വരുന്നതാണ് എന്റെ അർത്ഥം എന്നാണ് അലിമൊല്ലയുടെ വ്യാഖ്യാനം. ഇത് മലക്കുകളെ പറ്റി പറയണതാ. ആ ഹദീസിൽ പറഞ്ഞ യാ ഇബാദല്ല കൊണ്ട് ഉദ്ദേശം മലക്കുകളാണെന്ന് വ്യക്തമാക്കുന്ന റിവായത്തുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യനായ KK സുല്ലമി അങ്ങനെ എഴുതിയത്. മാത്രല്ല അതിൽ മലക്കുകളെ പറ്റി പറയാണ്: പ്രകൃതിയെ കാത്തുരക്ഷിക്കുക, നമസ്കാരം, പ്രാർത്ഥന, ദിക്റ്, ഖുർആൻ പാരായണം എന്നിവ നടത്തുന്നവരെ നിരീക്ഷിക്കുക, രക്ഷിക്കുക, അതിനു പ്രേരണ നൽകുക, നല്ലതിനെയും നല്ലവരെയും രക്ഷിക്കുക, നീചരെ ശപിക്കുക, നന്മ പ്രോത്സാഹിപ്പിക്കുക, ഇവയൊക്കെയാണ് അവരുടെ നിത്യവ്യാപാരം. ഇത് ഞങ്ങൾ തലശ്ശേരി ഇറക്കിയ നോട്ടീസാ. 2007 ഏപ്രിൽ മാസത്തിൽ ജബ്ബാർമുള്ളിയുടെ ലേഖനം വന്നപ്പോ അത് ശിർക്കല്ലേ എന്ന് ചോദിച്ചപ്പോ ചെറിയ മുണ്ടം എഴുതിയതും KK എഴുതിയതും വെച്ചിട്ട് നമ്മൾ നോട്ടീസ് ഇറക്കി. പറയൂ മടവൂരികള്, ഇതിനപ്പുറം എന്തുണ്ട് ഇസ്ലാഹിൽ എന്ന്. മറുപടി ഇറക്കിയില്ല അവര്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നോട്ടീസ് ഇറക്കുന്ന KPS ഫാറൂഖി വാലുമടക്കി തിരിഞ്ഞു നിന്നു. നോട്ടീസ് മറുപടി ഇറക്കിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും ശിർക്കല്ല, ശിർക്കാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ ഹദീസിൽ പറഞ്ഞ ഇബാദല്ലാ എന്ന വിളി ശിർക്കൻ വിളിയല്ല. അപ്പൊ 2004 KK എഴുതി, 80കളിൽ ചെറിയ മുണ്ടം എഴുതി. 2004 നടന്ന മണ്ണാർക്കാട് സംവാദത്തിൽ കുബൂരികൾ ഇത് കൊണ്ടുവന്നു. ആ നീയുള്ളവൻ അതിന് മറുപടി കൊടുത്തു. ആരൊക്കെയാ കൂടുള്ളത്? അനീഫ കായപ്പൊടി, പിന്നെ ചിരിക്കാനായി അവിടെ ഇരുന്ന മജീദ് സലാഹി, പിന്നെ 38 പോത്തുകൾ എന്ന് പറഞ്ഞ അംസബാക്കവി. ഇത് മൂന്നും ഇപ്പോ ഈ ശിർക്കാരോപണ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ്. അവരാരെങ്കിലും 2003 മുതൽ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ യാ ഇബാദല്ലയെ സംബന്ധിച്ച് അന്ന് നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ്? എന്താ ഞാൻ പറഞ്ഞത് കേട്ടോളൂ. മണ്ണാർക്കാട് പറഞ്ഞത് ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പാഠത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, യുഎസ്എയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട തവസ്സുല അവിടെ ഹദീസും വരിയുന്നത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിൽ എന്ന നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിൽ. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസുനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മുടെ 2ാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസിന്റെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനായോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങളിവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലமான ഹദീസ്, അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ
ഏതെങ്കിലും സ്ഥലത്തുകൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്ലാമിയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി എന്ന്. വിളിച്ചു പറയുന്നവർക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അതിർത്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശരിക്കാണ്. അത് നിങ്ങളെ തെളിവുകൊണ്ടല്ലേ. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹി ആരെങ്കിലും നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ സമതീയത്തുമായി കണ്ടോ, അലവി സഖാഫി കൊളത്തൂർ, സുലൈമാൻ സഖാഫി മാളിയക്കൽ സമതിയത്ത് എന്ന പുതിയ ഒരു സാധനം കൊണ്ടുവന്ന് 200ഓളം മുഖാമുഖം നടത്തി വിജയശ്രീ ലാളിതരായി നല്ല മണിക്കളളം വരി വന്നിങ്ങനെ ഇരിക്കുക ഞങ്ങളെ മുമ്പിൽ. അവസാനം ഇറങ്ങിപ്പോയത് എങ്ങനെയാ, മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും പോലെ. സമതിയത്തിന്റെ ചീട്ടുകൊട്ടാരം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ തകർന്ന് തരിപ്പണമായി. അവര് യായ്പാതള്ള കൊണ്ടുവന്നപ്പോ ഒരൊറ്റ മറുപടിയെ പറയേണ്ടി വന്നുള്ളൂ, പിന്നെ എടുത്തില്ല. നാ മൂവാറ്റുപുഴ അയിമ തന്നെ കൂടി. എന്താ കാരണം, അന്ന് മുസ്ലിയാക്കന്മാർക്ക് കണ്ണ് തള്ളിപ്പോയി, മുഖം വാടിപ്പോയെങ്കിൽ ഇന്ന് അഹ്സനിമാരുടെ മുഖം വിടർന്നു. കാരണം അവർക്ക് പറ്റിയ കൊളുത്ത് അവരിട്ട് കൊടുത്തത്. ഇന്ന് ഞാൻ കൊടുത്ത മറുപടി എന്താ? ഒന്ന്, ഹദീസ് ദുർബലമാണ്, നമ്മളെ വ്യവസ്ഥയിലുണ്ട്, സഹീഹ് മാത്രമേ ഉദ്ധരിക്കാൻ പാടുള്ളൂ, അവിടെ വ്യവസ്ഥക്കെതിരാണ് മുസ്ലിയാരങ്ങൾ പറഞ്ഞത്. 2, ഇനി സ്വഹീഹാണെങ്കിൽ തന്നെയും നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല. കാരണം എന്താ, ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നുകളോ മുസ്ലിം ജിന്നുകളോ മലക്കുകളോ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചു പറയുന്നതാണ്. അത് നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസയല്ല, പ്രാർത്ഥനയല്ല. ഇതന്നെ സക്കരിയ സലാഹി ഇന്നും പറയുന്നത്. ഇവര് പറയുന്നത് അത് മാറ്റണം, അത് പ്രാർത്ഥനയാണെന്ന് പറയണം. ജിന്നിനെ മലക്കിനെ ഉദ്ദേശിച്ചാൽ ശിർക്കാണ് എന്ന് പറയണം. ഇങ്ങനത്തെ ഒരു ശിർക്കൻ വാദം ഞാൻ പറഞ്ഞിട്ട് AP അബ്ദുൽ ഖാദർ മൗലവി കാസറ്റ് ഫുള്ള് കേട്ടതാ. അന്ന് ഓഡിയോ കാസറ്റാ. സെന്ററിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കേൾക്കുന്നു. എന്നിട്ടൊരു മീറ്റിംഗ് വിളിച്ചു KJന്റെ കീഴില്. അലി അബ്ദുൽ മൗലവി AP ഒക്കെ ഉണ്ടാവുക. MM മദനി പറയാണ്, നിങ്ങൾ ഈ പഴയ തലമുറയിൽ വാദപ്രതിവാദ രംഗത്തൊക്കെ തിളങ്ങി നിന്ന ആളുകളിൽ നിന്ന് പുതിയ തലമുറക്ക് പലതും കിട്ടാനുണ്ട്, അതിനുവേണ്ടിയായി മീറ്റിംഗ് വിളിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ MM മദനി പറഞ്ഞപ്പോ AP പറയാ, ഞങ്ങൾക്കൊക്കെ ആരെ പറഞ്ഞു തന്നീന്ന്, ഞങ്ങൾക്കൊക്കെ ആരെ ട്രെയിനിങ് തന്നീന്ന്. അങ്ങനെ ഒരു രക്തം വന്നപ്പോ അലൈമോലിയൊക്കെ ഉള്ള കാലത്ത് ഞങ്ങൾക്ക് നിർബന്ധിത സാഹചര്യത്തിൽ ഞങ്ങളങ്ങ് ഇറങ്ങി. അതുപോലെ നമ്മളൊന്നും ഒരു ട്രെയിനിങ്ങും കൊടുക്കാതപ്പോ നമ്മളെ കുട്ടികൾ പോയി മണ്ണാർക്കാട് ഭംഗിയായിട്ട് നടത്തി പോകുന്നില്ലേ എന്നാ AP എന്ന് പറഞ്ഞത്. അപ്പൊ പ്രശംസ മാത്രമേ മണ്ണാർക്കാട് സംവാദത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളൂ. ആരും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പ അനീഫ കായപ്പൊടി പറയാണ്. അപ്പൊ ഞാൻ പല സ്ഥലത്തും ചോദിച്ചല്ലോ എന്തേ പറയാഞ്ഞ്. അപ്പൊ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയ പറയാണ്, അന്ന് അതിന് ആരാത് ശ്രദ്ധിച്ചത്, അന്നത് ചർച്ചയായിട്ടില്ല. ചർച്ചയായിട്ടുണ്ട്, ഒബൂരികൾക്കിടയിൽ അത് വലിയ ചർച്ചയാണ്. ആ ചർച്ച അവർ ചെയ്യുന്നത് കൊണ്ട് ആ ജബ്ബാർ മോളിന്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനൊരു ചോദ്യം വരും, അതിനെന്തു പറയണമെന്ന് പഠിച്ചു പോയത് തന്നെയാണ്. അതുകൊണ്ട് ആ ജിന്നും മലക്കും ഒക്കെ അവിടെ വന്നത് വെറുതെ പറഞ്ഞല്ല. അവരടുത്ത ചോദ്യം അവർ പോലും ചർച്ചയാക്കിയില്ലല്ലോ. എന്നാ ജിന്നിനോടും മലക്കിനോടും അതിന്റെ കഴിവുപെട്ട് തേടാമെന്നാണോ നിങ്ങളെ വാദം എന്നൊന്നും സുന്നികൾ ചോദിച്ചില്ലല്ലോ. അപ്പൊ അവർ തന്നെ ചർച്ച ചെയ്തില്ലല്ലോ എന്നൊക്കെയാണ് തിരുവനന്തപുരത്ത് അനീഫ പറഞ്ഞത്.